സ്വസ്വരൂപി അമൃതാനന്ദാനിവാമീശ്വരി. ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച തുടങ്ങിയാണ് ഈശാവാസ്യോപനിഷത്ത്. ഈശാവാസ്യോപനിഷത്തിലെ 2 മന്ത്രങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈശാവാസ്യം ഇദം എന്ന് തുടങ്ങുന്ന മന്ത്രം ഭാഷ്യം അനുസരിച്ച്, ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ചത് സന്യാസത്തെ ആണ് നിർദ്ദേശിക്കുന്നത്. 2-മത്തത് കുറുവന്നേവേഹ കർമാണി, അത് ഗൃഹസ്ഥാശ്രമത്തെ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ അങ്ങനെ രണ്ട് ആശയങ്ങളെ ഒരിക്കലും പരസ്പരം യോജിപ്പിക്കാൻ വയ്യാത്ത 2 ആശയങ്ങളെയാണ് ഇതിൽ വിശദമാക്കുന്നതെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. ഭാഷ്യകാരന്റെ അഭിപ്രായം എന്ന് പ്രത്യേകം പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാഷ്യം അനുസരിച്ചുള്ള അർത്ഥമാണ്. മന്ത്രങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മന്ത്രങ്ങളിൽ പ്രത്യേകിച്ച് സന്യാസമെന്നോ ഗൃഹസ്ഥാശ്രമമെന്നോ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ഈ ദശോപനിഷത്തുകളുടെയും ഭാഷ്യത്തിന്റെ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിന്റെയൊക്കെ ആശയങ്ങളെ ഭാഷ്യകാരൻ കാണുന്ന ഈ രീതിയിലാണ്. ഭഗവത്ഗീത പോലും നമ്മളെടുത്ത് വായിക്കുമ്പോൾ അതിൽ നമുക്ക് തോന്നുന്ന തരത്തിലല്ല, അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടാത്ത തരത്തിലുള്ള ആശയങ്ങളാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. അതിനെയും വളരെ കർശനമായ രീതിയിൽ ഗാർഹസ്ഥ്യം, സന്യാസം എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭാഷ്യകാരന്റെ വ്യാഖ്യാനത്തിന് പിൽക്കാലത്ത് വന്ന ഗീതാ വ്യാഖ്യാതാക്കളെല്ലാം ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, വളരെ അധികം പേര്. പക്ഷെ ഭാഷ്യകാരൻ എല്ലാ ഉപനിഷത്തും എല്ലാ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. 2നും ഒരു തരത്തിലും സമുച്ചയിക്കാത്ത തരത്തിൽ. ഇവിടെ ചില ചോദ്യങ്ങളുണ്ട്. ജ്ഞാനകർമ്മ സമുച്ചയം അസാധ്യമാണെന്ന് ശ്രീ ശങ്കരാചാര്യർ പറയുമ്പോൾ ആ കർമ്മശബ്ദത്തിൽ കർമ്മയോഗവും ഉൾപ്പെടുന്നുണ്ടോ? കർമ്മയോഗം എങ്ങനെയാണ് ജ്ഞാനത്തിന് വിരുദ്ധമാകുന്നത്? അതായത് നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഗീതാഭാഷ്യത്തിലേക്ക് പോകണം. അപ്പോൾ ഗീതാഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ഈ കർമ്മയോഗം ആർക്ക് വേണ്ടിയിട്ട്? കർമ്മയോഗം അജ്ഞന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ കർത്താവാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അത് ഭാഷ്യകാരന്റെ അഭിപ്രായമാണ്. ഗീതയിൽ അത് അങ്ങനെയുണ്ടോ, ഏത് ശ്ലോകത്തിലുണ്ട് എന്നൊന്നും ചോദിക്കരുത്. ഗീതാഭാഷ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഗീതാഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയുന്നത് കർമ്മം എന്ന് പറയുന്നത് അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണ്. കർമ്മം അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കർമ്മയോഗവും അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, മഹാജ്ഞാനികളെ കുറിച്ച് അദ്ദേഹം വലിയ കർമ്മയോഗിയായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് നമ്മൾ സ്തുതിപരമായിട്ട് പറയുകയാണ്, ഒരു യോഗി എന്നുള്ളതാക്കി. ഭാഷ്യത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു ജ്ഞാനിയെ നമുക്കൊരിക്കലും കർമ്മയോഗി എന്ന് പറയാൻ പറ്റത്തില്ല. കർമ്മയോഗി എന്ന് പറയുന്ന അജ്ഞനായിരിക്കുന്ന ഗൃഹസ്ഥൻ, അയാൾ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യാൻ പ്രേരിതനാകുമ്പോൾ അതിനെ ക്രമേണ മാറ്റി ചിത്തശുദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു. അജ്ഞന് വേണ്ടിയിട്ടാണ് കർമ്മയോഗം. ആ കർമ്മത്തെ അയാൾ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുന്നു. ആ കർമ്മത്തിൽ തന്നെ അയാൾ ധർമാധർമ്മ വിവേചനം ചെയ്യുന്നു, സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നു.
അവിടെ പിന്നെ കർമ്മയോഗം എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്ന് അവിടെ നിർദ്ദേശിക്കുന്നു. ആ രീതിയിലെല്ലാം അനുഷ്ഠിക്കുക. പക്ഷെ അത് അജ്ഞാനിയായ കർമ്മനിഷ്ഠന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ തുടർന്നു വരുന്ന ഭാഗങ്ങളും അത് വ്യക്തമാക്കും. ഇവിടെ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ജ്ഞാനനിഷ്ഠ, അല്ലെങ്കിൽ കർമ്മനിഷ്ഠ. കർമ്മത്തെ ഉപേക്ഷിച്ചവന് ജ്ഞാനനിഷ്ഠ. അതാണ് ശങ്കരാചാര്യന്റെ നിലപാട്. കർമ്മത്തെ ഉപേക്ഷിച്ചവൻ, കർമ്മത്തെ ഉപേക്ഷിക്കുക അതുകൊണ്ടൊരാൾ പരിപൂർണ്ണ ജ്ഞാനിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ കർമ്മത്തെ ഉപേക്ഷിച്ച് അയാളുടെ ശ്രവണ മനനങ്ങളും ഇങ്ങനെ അഭ്യസിച്ച് അയാൾ ക്രമേണ പൂർണ്ണജ്ഞാനിയായി തീരും. എന്നാണ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്ക് ജ്ഞാനനിഷ്ഠ സാധ്യമുണ്ടെന്നാണ്. കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും കർമ്മയോഗമാകാം എന്നാണ് പറയുന്നത്. അവനിവിടെ ചോദിക്കുന്നത് ജ്ഞാനകർമ്മ സമുച്ചയം അസാധ്യമാണെന്ന് ശ്രീ ശങ്കരാചാര്യർ പറയുമ്പോൾ, ജ്ഞാനകർമ്മ സമുച്ചയം അസാധ്യം എന്ന് പറയുമ്പോൾ നമ്മളതിന് ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടനുസരിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ ഈ സംശയം വരത്തില്ല. ഗൃഹസ്ഥാശ്രമവും സന്യാസവും സമുച്ചയിക്കാൻ പറ്റത്തില്ലെന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരാൾക്ക് ഒരു കാലം ഒരു വ്യക്തിക്ക് സാധ്യമല്ല. സന്യാസിയാവണമെങ്കിൽ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ശ്രീ ശങ്കരാചാര്യ പറയുമ്പോൾ ആ കർമ്മശബ്ദത്തിൽ കർമ്മയോഗം ഉൾപ്പെടുന്നുണ്ടോ എന്നാണ്. കർമ്മം എന്ന് പറയുന്നിടത്ത് കർമ്മയോഗം ഉൾപ്പെടുന്നുണ്ട്. കർമ്മയോഗം എങ്ങനെയാണ് ജ്ഞാനത്തിന് വിരുദ്ധമാകുന്നത് എന്നാണ്. ഇതുകൊണ്ടാണ് അജ്ഞനാണ് കർമ്മം, അത് ഗൃഹസ്ഥാശ്രമിക്കാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ വെച്ചാണ് കർമ്മം ചെയ്യേണ്ടത്. ആ കർമ്മത്തിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി അവിടെ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു. അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിച്ച് കർമ്മത്തെ ത്യജിക്കുന്നു. ത്യജിച്ചിട്ട് പിന്നീട് സന്യാസധർമ്മത്തിലേക്ക് വരുന്നു. അപ്പൊ അവിടെ നമുക്ക് സംശയം വരുന്നത്, നമ്മൾ ഇന്ന് കാണുന്ന സന്യാസിമാർ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ, അതിൽ നിന്നാണ് ഈ സംശയം ഉണ്ടാകുന്നത്. ഭാഷ്യം പഠിച്ചിട്ട് ഉണ്ടായ സംശയമല്ല. നമ്മൾ സന്യാസിമാര് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ആശ്രമങ്ങൾ ഉണ്ടാക്കുന്നു, ആശ്രമ മഠാധിപതിയായിരിക്കുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, പ്രചാരണം നടത്തുന്നു, സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇത്തരം കർമ്മങ്ങൾ അത് ഏത് വിഭാഗത്തിൽപ്പെടുത്തുന്നുള്ളതാണ്. അത് അജ്ഞന്റെ കർമ്മയോഗമാണോ എങ്ങനെയെന്നുള്ളതാണ്. അപ്പം നമ്മളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം സന്യാസിക്ക് ഇങ്ങനെ ഒരു കർമ്മം ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് ശങ്കരഭാഷ്യത്തിന്റെ ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ചോദിക്കുകയാണെങ്കിൽ സന്യാസിയെ സംബന്ധിച്ച് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ. ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ കർമ്മമായിട്ട്, വേറൊന്നുമില്ല. അതുകൊണ്ട് അതിനെ ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സന്യാസം ശങ്കരാചാര്യർ കാണുന്നേയില്ല. അത് ഇന്നും യാഥാസ്ഥികരായ സന്യാസിമാർ ശങ്കര പരമ്പരയിലും മറ്റുള്ളവർ ആ കർമ്മത്തിന് തന്നെയാണ്, അത്തരത്തിലുള്ള സന്യാസത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. സന്യാസിക്ക് സാമൂഹ്യ സേവനമൊന്നും പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രവർത്തനം പാടില്ല എന്നാണ് യാഥാസ്ഥികമായ സന്യാസത്തിന്റെ സന്യാസിമാരുടെ നിലപാട്. പിന്നെ ഈ മാറ്റം വന്നത് അത് പിൽക്കാലത്ത്, ആധുനിക കാലത്ത് വന്ന സന്യാസിമാര് പറഞ്ഞല്ലോ, വിവേകാനന്ദ സ്വാമി പോലുള്ളവരൊക്കെ അങ്ങനെയല്ല. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ, ആത്മമോക്ഷത്തിനും ജഗത് ഹിതത്തിനും വേണ്ടിയാണ് സന്യാസി ജീവിക്കേണ്ടത്. അതുകൊണ്ട് സന്യാസിക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാകാം എന്ന് സമർത്ഥിക്കുന്നുണ്ട്. അത് കാലം കൊണ്ട് ഈ സന്യാസത്തിന് വന്ന ഒരു പരിണാമം, മാറ്റം എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കുന്നവരുന്നുണ്ട്, അംഗീകരിക്കാത്തവരുമുണ്ട്. അപ്പോൾ അതും ശങ്കരാചാര്യരുടെ സന്യാസ ആദർശം കൊണ്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കുന്നു. ശങ്കരാചാര്യ സന്യാസം എന്ന് പറയുന്നിടത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട് മാത്രം, ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ. കർമ്മണേവ ഈ സംസിദ്ധിം ആസ്ഥിത ജനകാദ എന്ന ശ്ലോകത്തിന്റെ ഭാഷത്തിൽ ജനകാദികൾ ആത്മജ്ഞാനം നേടിയിട്ടും പ്രാരബ്ധ കാരണത്താൽ കർമ്മത്തെ ത്യജിക്കാതിരുന്നതാകാം എന്ന് ശങ്കരാചാര്യ പറയുന്നു. അങ്ങനെയാണ് ശങ്കരാചാര്യ പറയുന്നത്. എന്നുവെച്ചാൽ അങ്ങോട്ട് തറപ്പിച്ചവിടെ പറയുന്നില്ല. ഇനി ശങ്കരാചാര്യര് ആത്മജ്ഞാനിയാണെങ്കിൽ എന്നല്ല പറയുന്നു, ജനകൻ ആത്മജ്ഞാനിയാണെങ്കിൽ എന്നാ പറയുന്നു. ആണ് എന്ന് തറപ്പിച്ച് പറയുന്നില്ല ശങ്കരാചാര്യ. ആ ഭാഷ്യം നോക്കുക. ജനകനെ ആത്മജ്ഞാനിയായി കണക്കാക്കാമെങ്കിൽ
ജ്ഞാനിയുടെ കർമ്മത്തെ അവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട്. ജ്ഞാനിയുടെ കർമ്മത്തെ നമുക്ക് കർമ്മമായി ഗണിക്കാൻ പറ്റില്ല. ജ്ഞാനാഗ്നി കൊണ്ട് സർവവും ദഹിച്ചു പോയി, അജ്ഞാനം നശിച്ചു. പിന്നെ ശേഷിക്കുന്ന പ്രാരബ്ധ ചേഷ്ട അതിനെ നമുക്ക് കർമ്മമായിട്ടോ കർമ്മയോഗമായിട്ടോ, കാരണം അവിടെ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധികളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് ചെയ്യുന്ന, അതുകൊണ്ടാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ശാസ്ത്രം ചർച്ച ചെയ്യുന്നിടത്ത് ഒരിടത്തും തന്നെ അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ പ്രവൃത്തികളെ നിരൂപണം ചെയ്യാൻ സാധ്യമല്ല. ജ്ഞാനികളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തി ഏത് വിഭാഗത്തിൽപ്പെടുന്നു, കർമ്മമാണോ കർമ്മയോഗമാണോ ജ്ഞാനമാണോ, ഇത്തരം നിരൂപണത്തിന് അത് വിഷയമല്ല എന്നർത്ഥം. കാരണം അത് ധർമാധർമ്മങ്ങൾക്കും ഈ പറയുന്ന അവരെന്താണ്, അത് സന്യാസമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിവർണാശ്രമി എന്ന് പറയില്ലേ. നേരത്തെ പറഞ്ഞല്ലോ ശങ്കരാചാര്യര്, ഞാൻ നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശങ്കരാചാര്യരുടെ തത്വം അദ്വൈതം എന്ന് പറയുന്ന ഈ ആശയത്തെ അതിന്റെ പ്രായോഗികമായ അനുഷ്ഠാനം എന്ന് പറയുന്നത് വർണ്ണത്തിലും ആശ്രമത്തിലും, വർണ്ണവ്യവസ്ഥയിലും ആശ്രമ വ്യവസ്ഥയിലൂടെയാണ് ശങ്കരാചാര്യൻ നടപ്പിലാക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. വർണ്ണ ആശ്രമം ഈ രണ്ട് വ്യവസ്ഥകളിലൂടെ ഈ അദ്വൈത ഇതിനെ നടപ്പിലാക്കാനാണ് ശങ്കരാചാര്യർ, ആ വ്യവസ്ഥിതിയാണ് ഇതിന് പറ്റിയതെന്നാണ് ശങ്കരാചാര്യരുടെ വിശ്വാസം. അതേസമയം നമ്മൾ ഈ പറയുന്നത് അതിവർണാശ്രമികളുടെ കാര്യമാണ്. വർണ്ണ ആശ്രമ മര്യാദകളെയൊക്കെ അതിക്രമിച്ചവർ. അപ്പൊ അവരെക്കുറിച്ച് ശങ്കരാചാര്യർക്കും പ്രത്യേകിച്ചൊന്നും നിർദ്ദേശിക്കാൻ ഒക്കത്തില്ല. അത്യാശ്രമികളെന്ന് പറയും. അപ്പൊ അവരെ നമുക്ക് സന്യാസി എന്ന് പറയുന്ന, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സന്യാസി എന്ന് പറയുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനും ഒക്കത്തില്ല. സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ആശ്രമധർമ്മത്തിന്റെ ഒരു ഭാഗമാണ്. ഗാർഹസ്ഥ്യം കഴിഞ്ഞ് പിന്നെ സന്യാസം, അല്ലെങ്കിൽ ബ്രഹ്മചര്യം കഴിഞ്ഞ് സന്യാസം. ഈ സന്യാസം എന്ന് പറയുന്നത് ആശ്രമത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ്. നമ്മൾ ചിന്തിക്കുന്നത് അത്യാശ്രമികളെ കുറിച്ചാണ്. അത്യാശ്രമികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്, അതായത് ഈ ആശ്രമധർമ്മങ്ങളെ നിയമങ്ങളെല്ലാം അതിക്രമിച്ചവർ മഹാത്മാക്കളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിധിയില്ല, നിഷേധങ്ങളില്ല. ഒരു സന്യാസിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, വിധി നിഷേധങ്ങളുണ്ട്. എന്തുകൊണ്ട്? അയാൾ ഒരു വിധി അനുസരിച്ച് കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ഒരു വിധി അനുഷ്ഠിച്ച് ആ വിധി അനുസരിച്ച് തന്നെ കർമ്മത്തെ ത്യജിച്ചവനാണ്. ആ കർമ്മത്തെ ത്യജിക്കുന്നതിനും വിധിയുണ്ട്. അപ്പോൾ അത് ത്യജിച്ചിട്ട് വീണ്ടും ഒരു വിധി അനുസരിച്ച് നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവനാണ്. ആശയം ഒരു മുക്തൻ പുരുഷനെന്ന് പറയുമ്പോൾ എന്തെങ്കിലും മറ്റ് ശാസ്ത്രത്തിന്റെയോ മറ്റെന്തിന്റെയെങ്കിലും വിധിക്ക് വിധേയനായി ജീവിക്കുന്ന ആളല്ല. സമൂഹത്തിന്റെയോ ആരുടെയും വിധിക്ക് വിധേയനായി ജീവിക്കുന്നതല്ല. ഒരുപക്ഷെ അയാൾ എന്തെങ്കിലും വിധിയോ നിഷേധങ്ങളെയോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ പ്രാരബ്ധം, സ്വേച്ഛ, അത് മാത്രം. അതിന് മറ്റൊരാൾക്ക് കൈകടത്താനുള്ള അവകാശങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള അത്യാശ്രമികളെ കുറിച്ചാണെങ്കിൽ അത് സന്യാസമല്ല, ഗാർഹസ്ഥ്യമല്ല, അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവിടെ ഈ നമ്മൾ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയമോ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ചിന്തിക്കാൻ ഒക്കത്തില്ല. അത് മുമ്പ് ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടിപ്പം ജനകനെ ഒരു അത്യാശ്രമിയായിട്ടാണ് എടുക്കുന്നത്. അപ്പോ ജനകനെ ഒരു അത്യാശ്രമിയായിട്ടാണ് എടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ മറ്റ് ചർച്ചയ്ക്കൊന്നും വിഷയമല്ല. അപ്പോ ജനകന്റെ ജീവിതത്തിൽ സന്യാസം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കാണാതെ തന്നെ അദ്ദേഹം അത്യാശ്രമിയായിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ജനകനെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്ന അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായിരുന്നു എന്നാണ്. പക്ഷെ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ജ്ഞാനം നേടിയിട്ട് അദ്ദേഹം നമ്മൾ കാണുന്ന ഗൃഹസ്ഥൻ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമിയല്ല, ജനകൻ അത്യാശ്രമിയാണ്. എന്നുവെച്ചാൽ ആ ഗൃഹസ്ഥധർമ്മവും സന്യാസധർമ്മവും നമ്മൾ പറയുന്ന എന്താണ്? ഗൃഹസ്ഥധർമ്മം, സന്യാസധർമ്മം. ഇത് വിധി നിഷേധങ്ങളെയൊക്കെ അനുസരിച്ചു പോകുന്ന ഒരു ജീവിത ശൈലിയാണ്. ജനകൻ നമ്മൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അങ്ങനെ ഒരു ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു ആളായിട്ടല്ല, മറിച്ച് അത്യാശ്രമിയായിട്ടാണ്, പരിപൂർണ ജ്ഞാനിയായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപൂർണ ജ്ഞാനിയായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ എന്ന്. അവിടെ പിന്നെ ജ്ഞാനകർമ്മ സമുച്ചയം കൊണ്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത്യാശ്രമിയെ സംബന്ധിച്ചിടത്തോളം അത് വരുന്നില്ല.
അപ്പൊ നമ്മൾ സാധാരണ പറയും ഗൃഹസ്ഥനാണ് ജനകൻ, ഗൃഹസ്ഥനാണെന്ന് വെച്ചാൽ അതിന് ഇത്രേ അർത്ഥമുള്ളൂ. ആ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ അത് ഉപേക്ഷിക്കാതെ തന്നെ അദ്ദേഹം അതിലിരുന്നു കൊണ്ട് തന്നെ ജ്ഞാനിയായിത്തീർന്നു. അത് അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു? അത് അപൂർവം പേരിൽ സംഭവിക്കുന്ന പൂർവ്വജന്മ സുഹൃതം കൊണ്ട്, പൂർവ്വ പുണ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചാണ്. അതിപ്പോൾ ഓരോ മഹാത്മാക്കളും അവരുടെ ജീവിത രീതി നോക്കി ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അവരുടെ രാമകൃഷ്ണദേവന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ രീതിയാണ്. രമണ മഹർഷിയുടെ ജീവിതം നോക്കിയാൽ അത് വേറെ രീതിയാണ്. അതുപോലെ നമ്മൾ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഓരോരുത്തരുടെയും ജീവിതം നോക്കുമ്പോൾ അത് ഓരോ രീതിയാണ്. അപ്പൊ അവരെയെല്ലാം നമ്മൾ ഈ പറയുന്ന ഇവിടെ ചർച്ച ചെയ്യുന്ന സന്യാസിയുടെയോ അല്ലെങ്കിൽ ഗൃഹസ്ഥന്റെയോ പട്ടികപ്പെടുത്തി ചിന്തിച്ചാൽ ശരിയാവില്ല. അവരെല്ലാം നമ്മൾ അത്യാശ്രമികളായിട്ട് ചെയ്യുന്നു. അപ്പൊ അവർ കടന്നു വന്ന പാതകളും നമുക്കതുപോലെ അനുകരിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവര് അത്രയും പുണ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ പുണ്യം ഇല്ലാത്തവരെങ്ങനെ ആ പാത അനുകരിക്കാൻ പറ്റും? അതും പറ്റത്തില്ല. നമ്മളിപ്പോ രമണ മഹർഷിയോ രാമകൃഷ്ണദേവനോ ആയിക്കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. കാരണം ഇതുവരെ ആയില്ല എന്നുള്ളതന്നെ അതിന്റെ തെളിവ്. കാരണം എന്തുകൊണ്ട്? ആ പുണ്യം നമ്മൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ നമ്മളതൊക്കെ ആയേനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയേനെ. അപ്പോൾ അതല്ല. അപ്പോൾ അത് ഇവിടെ ഒരു ശാസ്ത്ര ചർച്ചയ്ക്ക് വിഷയമേ അല്ല. അവിടെ ഇതൊന്നും വരുന്നില്ല. ജ്ഞാനകർമ്മ സമുച്ചയങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞു അത് പോയത്, ആ വിഷയം അങ്ങനെ പറഞ്ഞു പോയത്. അതുകൊണ്ട് നമ്മളൊരിക്കലും ജനകനെ ഒരു ഗൃഹസ്ഥനായി കാണരുത്, രമണ മഹർഷി ഒരു സന്യാസിയായി കാണരുത്. മറിച്ച് അവരിതിനെല്ലാം അതിക്രമിച്ച ഒരു അത്യാശ്രമികൾ ആയിട്ടേ നമുക്ക് അവരെല്ലാം കാണാൻ പറ്റും. അവരെ ഈ പ്രത്യേകിച്ച് ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തരുത് എന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. ആത്മജ്ഞാനം നേടിയും പ്രാരബ്ധ കാരണത്താൽ കർമ്മത്തെ ത്യജിക്കാതിരുന്നതാകാമെന്ന് ശങ്കരാചാര്യർ പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട്, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചര്യ ആശ്രമത്തിലോ ഗൃഹസ്ഥാശ്രമത്തിലോ വച്ചായിരിക്കുമല്ലോ അപരോക്ഷജ്ഞാനം നേടിയത്. അതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജനകന്റെ എല്ലാം ജീവിതത്തിൽ ആജന്മസിദ്ധന്മാരായിരിക്കാം, നമുക്കറിയത്തില്ലല്ലോ. ജന്മനാ തന്നെ ജ്ഞാനികളായി ജനിക്കുന്നവരുണ്ട് പ്രാരബ്ധദേശം കൊണ്ട്. ഇന്ന ആശ്രമത്തിൽ വെച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം നേടിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവര് നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവരെല്ലാം മുക്ത പുരുഷന്മാരായിരുന്നു, അത്യാശ്രമികളായിരുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം ഈ തരത്തിലുള്ള ആശ്രമത്തിന്റെ നിലയിൽ ചിന്തിക്കുന്നത് ശരിയല്ല. ഈ ശാസ്ത്രം എപ്പോഴും നമ്മൾ ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ശാസ്ത്രം ഉപദേശിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടല്ല. നമ്മളെപ്പോലെയുള്ളവർക്കാണ്. നമുക്ക് ആശ്രമങ്ങളൊക്കെ ഉണ്ട്, ബ്രഹ്മചര്യമോ ഗാർഹസ്ഥ്യമോ സന്യാസമോ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം, അല്ലാതെ അത്യാശ്രമിക്ക് വേണ്ടിയിട്ട് ഒരു ശാസ്ത്രവും ഇല്ല. ബ്രഹ്മചര്യാശ്രമത്തിലോ ഗൃഹസ്ഥാശ്രമത്തിലോ വെച്ചായിരിക്കുമല്ലോ അപരോക്ഷം ജ്ഞാനം നേടിയത്. അതിനാൽ കർമ്മത്തെ ത്യജിക്കാതെ തന്നെ മുമുക്ഷുവൻ അപരോക്ഷജ്ഞാനം നേടാൻ കഴിയുമെന്ന് വരുമല്ലോ. ഇതാണ് ചോദിക്കുന്നത്. ജനകൻ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഒരു സാധാരണ ഒരാളിന് അത് പിന്നെ അങ്ങനെ ആയിക്കൂടെ എന്നാണ്. അപ്പോൾ പറഞ്ഞല്ലോ, ജനകനെ സംബന്ധിച്ചിടത്തോളം, മുക്തന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ശാസ്ത്രം ഒരിക്കലും അവർക്ക് പ്രമാണമല്ല. അവർ പറയുന്നതിന് ശാസ്ത്രം അല്ല, ശാസ്ത്രം പറയുന്നതിനനുസരിച്ചല്ല അവരെന്ത് പറയുന്നു അത് ശാസ്ത്രം. അങ്ങനെയായിരുന്നു മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് അവർ പറയുന്നതിന്. ഈ ശാസ്ത്രങ്ങളെല്ലാം അങ്ങനെയല്ലേ വന്നിരിക്കുന്നു. മഹാത്മാക്കൾ പറഞ്ഞതിനെയാണ് നമ്മൾ ശാസ്ത്രമായിട്ട് എടുത്തിരിക്കുന്നത്. അല്ല, നമ്മൾ മറ്റ് ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിനനുസരിച്ച് അവർ ജീവിച്ചോണമെന്നോ അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചോണമെന്നൊന്നും ആർക്കും നിഷ്കർഷിക്കാൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ പൂർവാചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രാചാരങ്ങളിൽ നിന്ന് വിരുദ്ധമായി എന്തെങ്കിലും അവർ പ്രവർത്തിച്ചാലും അത് അവർ പ്രവർത്തിച്ച് അംഗീകരിച്ചേ പറ്റൂ. പ്രഭു സ്വാതന്ത്ര്യമാപന്ന ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഏതിച്ഛതി കരോതി തത്. വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിലും പ്രഭു അങ്ങനെയുള്ള മഹാത്മാക്കൾ സ്വാതന്ത്ര്യമാപന്ന എന്ന് വെച്ചാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെ സ്വയം കയ്യിലെടുത്തുകൊണ്ട് ഏതിച്ഛതി കരോതി തത്. എന്താ ആഗ്രഹിക്കുന്നു അത് ചെയ്യുന്നു. മറ്റുള്ളവർക്ക്
അതൊന്നും ചോദ്യം ചെയ്യാനൊക്കത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിന് നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാൻ ഒക്കത്തില്ല. പിന്നെ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം, ജനകൻ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സന്യാസത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ മോക്ഷം നേടി, അപ്പൊ അതുകൊണ്ടായിക്കൂടെ എന്നാണ് ചോദ്യം. ചോദിച്ചയാൾ നേരത്തെ തന്നെ ഈ ജനകന്റെ കഥ കേട്ടിരുന്നില്ല എന്നുള്ളതിന് ഇതൊരു തെളിവാണ്. കേട്ടിരുന്നെങ്കിൽ ഈ അബദ്ധം കാണിക്കത്തില്ലായിരുന്നു. ഇനിയിപ്പോ എന്തായാലും തിരിച്ചു പോകാനും പറ്റത്തില്ല. പിന്നെ ഇനി ആരെങ്കിലും ഒരാള് ഇപ്പോ ജനകനെ പോലെ തന്നെ മോക്ഷം നേടാം ഒന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട്. നമ്മളെന്തായാലും അത് തടയാനൊന്നും പോണ്ട. ഒരാൾ മോക്ഷം നേടിപ്പോകുന്നെങ്കിൽ പോട്ടെ, നമുക്കതിലെന്താ, നമുക്ക് ഇഷ്ടക്കേടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ആരെങ്കിലും പറയാണ് ഞാനിതാ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് എന്നെ മോക്ഷം നേടാൻ തീരുമാനിച്ചിരിക്കണം, ആയിക്കോട്ടെ, മോക്ഷം നേടുമെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യം. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് ഞാൻ പറയുന്നു. ഗൃഹസ്ഥന് മോക്ഷം നേടണമെങ്കിൽ സന്യസിച്ചേ പറ്റുമെന്നാണ്. ഇതാണ് ശങ്കരാചാര്യർ പറയുന്നതിന്റെ താല്പര്യം. അത് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ആജന്മസിദ്ധന്മാരെ സംബന്ധിച്ചല്ല പറഞ്ഞിരിക്കുന്നു. ജന്മനാൽ തന്നെ അങ്ങനെ ജനിക്കുന്നവർ, ജന്മനാൽ തന്നെ മോക്ഷത്തിന് വേണ്ടി അങ്ങനെ ജനിക്കുന്ന ആൾക്കാരുണ്ട്. അറിവിന് മോക്ഷത്തിന് പ്രതിബന്ധമായിരിക്കുന്ന കർമ്മങ്ങൾ, പ്രാരബ്ധങ്ങൾ കുറവായിരിക്കും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് പിന്നെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളായിരിക്കും. സർവ്വസാധാരണമായി മുമുക്ഷുക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മാർഗത്തെ ശങ്കരാചാര്യർ നിർദ്ദേശിക്കുന്നില്ല. അങ്ങനെ നിർദ്ദേശിക്കുന്ന ആചാര്യന്മാരുണ്ടായിരിക്കും, ആയിക്കോട്ടെ എന്നാണ്. കബീർദാസ്, നിസർഗദത്ത മഹാരാജ്, പാക്കനാർ തുടങ്ങിയവരും ഗൃഹസ്ഥാശ്രമിയായിരിക്കെ പൂർണ്ണത നേടിയവരാണല്ലോ. ഈ പറയുന്നവർ, ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ പറഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം ആത്മജ്ഞാനികളാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ജനകനെ പോലെ തന്നെ അവരുമെല്ലാം അതിനായി ജനിച്ചവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ല. അവർ അത്യാശ്രമികളാണ്. അവരേതെങ്കിലും പ്രത്യേകിച്ചൊരു ആശ്രമത്തിൽ ഇരുന്നും കൊണ്ട് മോക്ഷം നേടിയതല്ല. അവർ പ്രത്യേകിച്ചൊരു ആശ്രമത്തെ അവലംബിച്ചില്ല. ഇത് കോടാനുകോടികളിൽ അപൂർവമായി വരുന്ന ജന്മങ്ങളാണ്. നമ്മളും ഇതുപോലുള്ള ഒരു കബീർദാസോ പാക്കനാരോ ആണെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനൊരു സംശയവും വരുന്നില്ല, ഇതൊരു ചർച്ചയും വരുന്നില്ല. അങ്ങനെ അല്ലാത്തുള്ള ആൾക്കാരാണെങ്കിൽ ആചാര്യസ്വാമികൾ പറഞ്ഞതാണ് ഒരു പ്രായോഗികമായ ഒരു വഴി. അപ്പോൾ ഇതും സ്വീകരിക്കുക. വർണ്ണ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവർ, ആശ്രമ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവർ വർണ്ണാശ്രമികളെന്ന് പറയും. ഇതല്ലാതെ ഇനി വേറൊരു വിഭാഗം ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ ധരിച്ചു കൊടുക്കുക, അത് അത്യാശ്രമികൾ, അതിവർണ്ണാശ്രമികളെന്ന് പറയും. അതിവർണ്ണാശ്രമികൾ, വർണ്ണ ആശ്രമ നിയമങ്ങളെയൊക്കെ അതിക്രമിച്ചവർ. അപ്പൊ ഈ പറയുന്നവരെല്ലാം നമ്മൾ ഗൃഹസ്ഥന്മാരുടെ പട്ടികയിലും സന്യാസിമാരുടെ പട്ടികയിലും പെടുത്തണ്ട. ഇവരെല്ലാം പൂർണ്ണജ്ഞാനികളായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മമോക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ജന്മത്തിൽ തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ജന്തുവിനാം നരജന്മകോടി എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ജിജ്ഞാസുവിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയാണ്. അയാളുടെ ഏതെങ്കിലും ജന്മജന്മാന്തരങ്ങളിൽ ഇനി അയാൾ എവിടെ ഇരുന്ന് ഗൃഹസ്ഥാശ്രമിയായോ സന്യാസിയായോ എങ്ങനെയാണ് മോക്ഷം സംഭവിക്കുന്നതെന്നൊന്നും അറിയാൻ ഒക്കത്തില്ല. ഇപ്പോ ഈ വർത്തമാന ജന്മത്തിൽ എന്ത് ചെയ്യണം എന്നാണ്. നിങ്ങൾക്കിതിന് ജിജ്ഞാസയുണ്ട്, താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചോളാനാണ് പറയുന്നത്. അങ്ങനെ ഇത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്, ജനകന് വേണ്ടിയോ കബീർദാസിന് വേണ്ടിയോ ഒന്നും പറഞ്ഞതല്ല എന്ന് മനസ്സിലാക്കി ആ സംശയങ്ങളെല്ലാം തീർന്നിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. കൂടാതെ ഗീത 5-ാം അധ്യായത്തിൽ 4-ഉം 5-ഉം ശ്ലോകങ്ങൾ സാഖ്യയോഗവും പൃഥക് ബാല പ്രവദന്തിന പണ്ഡിതാ ഏകമപ്യാസ്ഥിത സമ്യം ഉഭയോർ വിന്ദതേ ഫലം.
യസ് സാംഖ്യൈഹി പ്രാപ്യതേ സ്ഥാനം തദ് യോഗീരവിഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യ പശ്യസ പശ്യതി. ഈ അധ്യായങ്ങൾ, ഈ രണ്ട് ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം ഇതിന്റെ ഭാഷ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമായി, അതായത് ഈ പറയുന്ന ശാങ്കര ദർശനം അനുസരിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ അവിടെ ഭാഷ്യകാരൻ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഗീതയിലെ പല ശ്ലോകങ്ങളും വ്യാഖ്യാനിക്കുമ്പോൾ പ്രയാസം വരും. ഗൃഹസ്ഥാശ്രമി, സന്യാസി എന്ന് പറയുന്ന ഈ രണ്ട് കർശനമായി തിരിച്ചു നിർത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധാരണഗതി പ്രയാസം വരുമ്പോൾ ഭാഷ്യകാരന് ഒരു പ്രയാസമില്ലാതൊക്കെ നിർവഹിച്ചിരിക്കുകയാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം. ഈ ശ്ലോകങ്ങളിലൂടെ സാംഖ്യയോഗമോ കർമ്മയോഗമോ രണ്ടിലും ഏതെങ്കിലും ഒന്ന് സമ്യക്കാകും വണ്ണം അനുഷ്ഠിച്ചാൽ രണ്ടിന്റെയും ഫലം സിദ്ധിക്കുമെന്നും ഒന്ന് തന്നെയാണെന്നും കാണുന്നവൻ പരമാർത്ഥം കാണുന്നുവെന്നും പറയുന്നുവല്ലോ. നമുക്ക് സാധാരണ ഈ ശ്ലോകം വായിക്കുമ്പോൾ തോന്നുന്ന അർത്ഥം ഇതാണ്. പക്ഷെ ഭാഷ്യകാരൻ ഇതിനെ അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നു. ഭാഷ്യകാരൻ പറയുന്നത് ഗീതയുടെ 18 അധ്യായത്തിന്റെയും വെളിച്ചത്തിൽ നോക്കുമ്പോൾ തസ്യ കാര്യം ന വിദ്യതേ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. സന്യാസിക്ക് ഒരു കർമ്മവുമില്ല എന്നാണ്. അപ്പൊ സന്യാസിക്ക് കർമ്മവും കർമ്മയോഗവും ഒന്നുമില്ല. സന്യാസി അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതിന് പ്രധാനമായി പറയുന്ന ഇതാണ്, തസ്യ കാര്യം ന വിദ്യതേ. ആ മന്ത്രത്തെയാണ് ആവർത്തിച്ച് പറയുന്നത്. നൈവ കുറുവന്ന കാരയൻ, ആത്മാവ് ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ഇരിക്കുന്നു. നവദ്വാരേ പുരേ ദേഹി നൈവ കുറുവന്ന കാരയൻ. ഇങ്ങനെയൊക്കെയുള്ള ഈ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നത് ആ സന്യാസിക്ക് യാതൊരു തരത്തിലുള്ള കർമ്മവുമില്ല, ഒരു കർത്തവ്യവുമില്ല. പിന്നെ ഇവിടെ എന്താണ്? ഏകം സാംഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. സാംഖ്യവും യോഗവും ഒന്നാണ്. സാംഖ്യം എന്ന് പറയുന്നതിന് ശങ്കരാചാര്യർ പറയുന്നത് എന്താണ്? സാംഖ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അവിടെ സ്പഷ്ടമായി പറയുന്നുണ്ട്. എങ്ങനെയുള്ള ജ്ഞാനം? സർവ കർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ എന്നാ പറയുന്നത്. വെറും ജ്ഞാനനിഷ്ഠ എന്നുള്ളതല്ല, സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ എന്നാണ്. അങ്ങനെ ആ ജ്ഞാനനിഷ്ഠ, അതിനാണ് സാംഖ്യം എന്ന് പറയുന്നത്. മറ്റത് കർമ്മം. കർമ്മത്തിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു കർമ്മയോഗം എന്ന് പറയുന്നു. ഏകം സാംഖ്യം ച യോഗം ച. അതിനെ വ്യാഖ്യാനിക്കും പറയും അത് സാംഖ്യവും യോഗവും ഒന്നാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് പറയുകയാണ്. സാംഖ്യവും യോഗവും ഒരുവനെ ഒരേ ലക്ഷ്യത്തിൽ തന്നെ എത്തിക്കുന്നു. അതുകൊണ്ട് സാംഖ്യവും യോഗവും ഒന്നാണെന്ന് പറയുന്നതിനെ രണ്ടായി കാണാന്നർത്ഥം. കാരണം യോഗം സാംഖ്യത്തിലെത്തിക്കുന്നു, ആ സാംഖ്യം അവനെ മോക്ഷത്തിലെത്തിക്കുന്നു. അപ്പൊ ഇത് രണ്ടിനെയും ഒന്നായിട്ട് തന്നെ കാണണമെന്നാണ്. രണ്ടിനും ഉള്ള സ്ഥാനത്തെ ശങ്കരാചാര്യർ ഒരു ജീവനിൽ രണ്ടിനും വരുന്ന സ്ഥാനത്തെ ഒട്ടും കുറച്ച് കാണുന്നില്ല. യോഗം ആവശ്യം. യോഗം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന കർമ്മയോഗമാണ്. അത് ശ്രദ്ധിക്കണം. ഏകം സാംഖ്യം ച യോഗം ച എന്നിടത്ത് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് യോഗം എന്ന് വെച്ചാൽ കർമാനുഷ്ഠാനം എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പൊ ആ കർമ്മയോഗവും ഒരു ജീവനിൽ അതിനും ഒരു നിലനിൽപ്പുണ്ട്, സാംഖ്യത്തിനും. അതായത് ജ്ഞാനനിഷ്ഠയ്ക്ക് ഒരു സ്ഥാനമുണ്ട് ഒരു ജീവനിൽ തന്നെ. ഏതെങ്കിലും ജീവിത ജന്മങ്ങളിൽ അതൊക്കെ സംഭവിച്ചിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന മഹാത്മാക്കളിലെല്ലാം ഇതെല്ലാം ഏതോ ജന്മങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ശങ്കര ദർശനമനുസരിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഏതോ ജന്മത്തിൽ സംഭവിച്ചു. ആ ജന്മങ്ങളിൽ പറയുന്ന തരത്തിലുള്ള നിഷ്കാമ കർമാനുഷ്ഠാനമൊക്കെ കഴിഞ്ഞു. ആ ജന്മം പല ജന്മങ്ങളിലൂടെ അതൊക്കെ അനുഷ്ഠിച്ച് പൂർണ്ണമായ അന്ധക്കരണ ശുദ്ധി നേടി ഈ ജന്മത്തിൽ വന്നിട്ട് പിന്നീട് അവര് ജനനാൽ തന്നെ പിന്നെ അവരുടെ ജീവിതത്തിൽ തപസ്സും മറ്റുമൊക്കെ കാണുന്നത് ചില പ്രാരബ്ധങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം, ജന്മശേഷം അനുഭവിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ പ്രത്യേകിച്ച് ജ്ഞാനം നേടുന്നതിനുള്ള ഉപായമായിട്ട് അല്ല. അതെല്ലാം പിന്നെ അപ്പോൾ അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഗൃഹസ്ഥാശ്രമിയാണോ, ബ്രഹ്മചാരിയാണോ, സന്യാസിയാണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് അത്യാശ്രമികൾ എന്നേ അവരെ കണക്കാക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഇതെല്ലാം ഗീതയിലെ ശാങ്കര ഭാഷ എടുത്ത് നോക്കുക എന്നാണ്. സാംഖ്യയോഗവും പൃഥഗ്ബാല പ്രവദന്തിന പണ്ഡിത. സാംഖ്യവും യോഗവും വേറെ വേറെയാണെന്ന് പറയുന്നു. അറിയില്ലാത്തവർ പറയുകയാണ്, പക്ഷെ അറിവുള്ളവരങ്ങനെ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഭാഗം പോലും ശങ്കരാചാര്യർ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്.
അതായത് ഒരു വ്യക്തിയിൽ ഒരേ സമയം ഇത് രണ്ടും ഇരിക്കത്തില്ല. ഒരേ വ്യക്തിയിൽ തന്നെ രണ്ടു കാലത്തും ഇരിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇത് രണ്ടും ആവശ്യമാണ്. കർമ്മയോഗവും ആവശ്യമാണ്, ജ്ഞാനവും ആവശ്യമാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ്. ഇത് രണ്ടും ഒരേ ഫലത്തിൽ തന്നെയാണ് ആത്യന്തികമായി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വേറെയായിട്ട് കാണരുത്. പരസ്പര പൂരകങ്ങളാണ്. കർമ്മവും ജ്ഞാനവും പരസ്പര പൂരകങ്ങളാണ്. കർമ്മമില്ലാതെ ഒരുവന് ജ്ഞാനം ഉണ്ടാകത്തില്ല. കർമ്മം കൂടിയേ തീരൂ. കർമ്മയോഗ അനുഷ്ഠാനം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു തന്നെ ഇരിക്കണം. ഈ അർത്ഥത്തിലൊക്കെയാണ് ശങ്കരാചാര്യർ പറയുന്നത്. ശങ്കരാചാര്യരുടെ സന്യാസാശ്രമത്തിൽ പിന്നെ കർമ്മമില്ല. അതാണ് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം. നമ്മൾ കാണുന്ന സന്യാസാശ്രമത്തിൽ കർമ്മമുണ്ട്. ശങ്കരാചാര്യരുടെ സന്യാസാശ്രമത്തിൽ കർമ്മമില്ല എന്നർത്ഥം. അതുപോലെ സന്യാസം എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മൾ ഈ ധരിക്കുന്ന തരത്തിലല്ല ശങ്കരാചാര്യ സന്യാസം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യരുടെ സന്യാസം നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തും പ്രസക്തമാകുന്നേ ഇല്ല. എന്തുകൊണ്ട്? ശങ്കരാചാര്യർ പറയുന്നത് വേദവിധി അനുസരിച്ച് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ വിധി അനുസരിച്ച് അതിനെ ത്യജിക്കും. അതാണ് സന്യാസം. ഇവിടെ ആരാ അഗ്നിഹോത്രങ്ങൾ ചെയ്ത് ഇതുവരെ ജീവിച്ചത്? അഗ്നിഹോത്രാദി കർമ്മം ചെയ്ത് ഇവിടെ ആരും ജീവിക്കുന്നില്ലല്ലോ. പിന്നെ അത് ത്യജിക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇനി നമ്മൾ ബലാത്കാരമായിട്ട് അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആശ്രമത്തിൽ വന്നതിന് ശേഷം ഉപനയനമൊക്കെ സ്വീകരിച്ച് ഗണപതി ഹോമം നടത്തിയിരിക്കും. അത് കഴിഞ്ഞ് ആരാ അഗ്നിഹോത്രം ചെയ്യുന്നു? അപ്പൊ അതല്ല ശങ്കരാചാര്യർ പറയുന്ന അതാണ്. സന്യാസം എന്ന് പറയുമ്പോൾ കർശനമായിട്ടുള്ള കർമ്മത്യാഗമാണ്. അത് കർമ്മം അനുഷ്ഠിക്കുന്നവനെ അത് ത്യജിക്കേണ്ട പ്രസക്തി വരുന്നുണ്ട്. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ കർമാനുഷ്ഠാനത്തിനും ആ കർമ്മത്യാഗത്തിനും പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യര് ബൃഹദാരണ്യപനിഷത്തിന്റെ ഭാഷ്യത്തിൽ പറയും, ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അവകാശമുള്ളൂ, വേറെ ആർക്കും സന്യാസത്തിന് അവകാശമില്ലെന്ന് പറയും. അങ്ങനെ ഒരിടത്ത് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൽ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. ശങ്കരാചാര്യർ പറയുന്ന ആ അർത്ഥത്തിലാണ്. കാരണം അവിടെ പ്രസക്തമായ ഒന്നിനെ ഉപദേശിക്കേണ്ട കാര്യമുള്ളൂ. ഈ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആര്? വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഈ ബ്രാഹ്മണനേ ഉള്ളൂ, വേറെ ആരും അതനുഷ്ഠിച്ച് ജീവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണനെ അത് ഉപേക്ഷിക്കണം. മറ്റുള്ളവർക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാരും അതനുഷ്ഠിച്ച് ജീവിക്കുന്നില്ല, പിന്നെ അവരത് ഉപേക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന സന്യാസം. എന്താ ഇന്ന് ആരെങ്കിലും അങ്ങനെ വൈദിക കർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ആ സന്യാസത്തിനും പ്രസക്തിയുണ്ട്. അത്രയേ ഉള്ളൂ. അത് ഈ നമ്മുടെ ചരിത്രവുമായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാലത്ത് ഭാരതത്തിൽ മനുഷ്യരെങ്ങനെ ജീവിച്ചിരുന്നു, വർണ്ണവ്യവസ്ഥിതി എന്തായിരുന്നു, അതിനനുസരിച്ച് ഇരുന്ന് ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആ സന്യാസത്തിന് കാലാനുസൃതമായി മാറ്റി ആണ് നമ്മുടെ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത്. കാരണം ആ ജീവിതശൈലിയും ജീവിതക്രമങ്ങളും ജീവിത രീതികളെല്ലാം മാറിപ്പോയി. അപ്പൊ അന്നത്തെ തരത്തിലുള്ള ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം എന്ന് പറയുന്ന ജീവിതം ഇന്നില്ല. ഇന്ന് ആ തരത്തിലുള്ള സന്യാസം ഇല്ലെന്ന് പറയുന്ന പോലെ തന്നെ ആ തരത്തിലുള്ള ഗൃഹസ്ഥാശ്രമവും ഇല്ല. ഇന്നൊരാള് ഭാര്യാസമേതനായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന തരത്തിൽ ശങ്കരാചാര്യരെല്ലാം പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഗൃഹസ്ഥാശ്രമിയല്ല. ഗൃഹസ്ഥാശ്രമി എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. വിവാഹം കഴിച്ച് ജീവിക്കുന്നവരെല്ലാം ഗൃഹസ്ഥാശ്രമികളല്ല. ഗൃഹസ്ഥന്റെ ആ നിയമങ്ങളനുസരിച്ച് ജീവിക്കണം, ആ കർമ്മങ്ങളല്ല. ഇന്ന് അതൊന്നും ആരും പ്രായോഗികമായി ചെയ്യുന്നില്ല. ഇന്നത്തെ കർമ്മമണ്ഡലം തന്നെ ആകെ മാറിപ്പോയി. വൈദിക കർമ്മമണ്ഡലമല്ല ഇത്. അന്ന് കർമ്മം എന്ന് പറയുന്നത് വൈദിക കർമ്മങ്ങളാണ്. ഇന്ന് ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളല്ല. അന്ന് വൈദിക കർമ്മങ്ങൾ തന്നെയായിരുന്നു ഒരുവന്റെ ഉപജീവനത്തിനും ഉപകരിച്ചിരുന്നത്. അപ്പൊ ആ കർമ്മരംഗങ്ങളെ മാറിപ്പോയി. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ബോധമില്ലാതെ ഇതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതും അബദ്ധമാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് അനുഷ്ഠിക്കുന്നതെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തുള്ള ഒരു സന്യാസ രീതിയാണ്. അത് ശങ്കരാചാര്യർ വീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ ശങ്കരാചാര്യർ വീക്ഷിച്ച ആ സാമൂഹ്യ ക്രമം ജീവിത രീതി മാറിയതുകൊണ്ട് അതല്ല എന്നാ പറയുന്നത്.
എന്നാൽ അതിന്റെ തത്വത്തിൽ അതാണ് താൻ. ഞാനീ പറയുന്നത് ബാഹ്യമായ ആചാരങ്ങളിലും മറ്റുമൊക്കെയാണ്. ശങ്കരാചാര്യർ പറയുന്ന ആദർശം എന്നുള്ള നിലയ്ക്ക് അത് അന്നും ഏത് കാലത്തും അതിന് മാറ്റമില്ല. പക്ഷെ അതിന്റെ പ്രായോഗികമായ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളിൽ അന്നത്തെ കാലവും ഇന്നത്തെ കാലവുമായിട്ട് ഒരുപാട് മാറിപ്പോയി. അതിന്റെ തത്വത്തിലോ അതിന്റെ മൂല്യത്തിലോ അത് കാലത്തിനൊന്നും ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളല്ല. നമ്മളെപ്പോഴും നോക്കുന്ന ബാഹ്യമായ എന്റെ ആചാരങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത്. അപ്പൊ ഇന്നത്തെ സന്യാസി ചെയ്യുന്ന കർമ്മത്തിന് കർമ്മയോഗമായിട്ട് നമുക്ക് ഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. അത് ഗണിക്കാമെന്നാണ് പറയുന്നത്. കാരണം ഇന്നത്തെ സന്യാസി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട അയാൾ അജ്ഞനാണോ അതോ ജ്ഞാനിയാണോ എന്നുള്ളതാണ്. അപ്പോൾ അയാൾ മുമുക്ഷുവാണ്, എന്നാൽ അജ്ഞനാണ് എങ്കിൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കർമ്മയോഗം തന്നെയാണ്. അത് ശാങ്കര ഭാഷ്യത്തിന്റെ അക്ഷരാർത്ഥത്തിൽ പരിശോധിച്ചതല്ല, അതിന്റെ ആ ഭാഷ്യ തത്വത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്കങ്ങനെ വേർതിരിക്കാം. അതിവിടെ പറയുന്ന സന്യാസമല്ല, ഈ കാലത്തെ സന്യാസം നടക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കർമ്മയോഗമാണ്. എന്തുകൊണ്ട്? അജ്ഞനാണ് എന്ന ജ്ഞാനത്തിലുള്ള ആഗ്രഹമുണ്ട്. കർത്തൃത്വ ഭോക്തൃത്വാദി വിചാരങ്ങളെല്ലാം ഉള്ളിലുണ്ട്, എന്നാൽ അതെല്ലാം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം, ജീവിത രീതി എന്ന് പറയുന്നത് സന്യാസത്തിന്റെ മാർഗം. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞ പഴയ ഗൃഹസ്ഥന്റെ നിലയിലേ നിൽക്കുന്നുള്ളൂ, ആ നിലയിലേ നിൽക്കുന്നുള്ളൂ. സന്യാസി ഭാര്യയും മക്കളും ഇല്ലെന്നുള്ളതേ ഉള്ളൂ, ബാക്കിയെല്ലാം ഗൃഹസ്ഥന്റെ നിലയിൽ തന്നെ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അയാൾ കർമ്മം ചെയ്യുന്നു, അജ്ഞനായിരുന്നുകൊണ്ട് കർമ്മം ചെയ്യുന്നു. അപ്പോൾ അത് കർമ്മയോഗം തന്നെയാണ്. ആ കർമ്മയോഗത്തിലൂടെ അയാൾ ചിത്തശുദ്ധി സമ്പാദിച്ച് അയാള് ജ്ഞാനത്തിലെത്തുന്നതുവരെ അയാളെ കർമ്മയോഗി എന്ന് വിളിക്കാം എന്നർത്ഥം. അത് ശരിയാണ്. ഈ ശ്ലോകങ്ങളിലൂടെ സാഖ്യയോഗമോ കർമ്മയോഗമോ രണ്ടിലും ഏതെങ്കിലും ഒന്ന് സമ്യക്കാകുമെന്നോ അനുഷ്ഠിച്ചാൽ രണ്ടിന്റെയും ഫലം സിദ്ധിക്കുന്നുവെന്നും അവ ഒന്ന് തന്നെയാണെന്നും കാണുന്നവൻ പരമാർത്ഥം കാണുന്നുവെന്നും പറയുന്നുള്ളൂ. അത് ഞാൻ വ്യാഖ്യാനിച്ചതാണ്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇപ്പോ നമ്മൾ ഈ ഒരു ഭാഷ്യം, ഉപനിഷത്തിന്റെ ഭാഷ്യം അല്ലെങ്കിൽ ഗീതയുടെ ഭാഷ്യം, ശങ്കരാചാര്യരുടെ ആ ദർശനത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആത്മബോധവും തത്വബോധവും പഠിച്ചാൽ പോരാ. അതിലൂടെ നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റൂ, ആത്മാവെന്ന് പറയുന്ന അതിനെക്കുറിച്ച് ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാട് എന്താണെന്നേ മനസ്സിലാക്കാൻ പറ്റും. അതതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീവാത്മാവും പരമാത്മാവും എന്താണ്, മോക്ഷം എന്താണ്, സാധനകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ശങ്കരാചാര്യരുടെ അതിൽ നിന്ന് മനസ്സിലാക്കാം. ശങ്കരാചാര്യരുടെ ദർശനം എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഭാഷ്യങ്ങൾ തന്നെ പഠിക്കണം. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭാഷ്യങ്ങൾ തന്നെ സമഗ്രമായിട്ട് വരുമ്പോഴേ ആ ദർശനം മനസ്സിലാക്കും. അതും പഠിക്കുന്നത് കുറച്ച് തിരിച്ചറിവോടുകൂടി തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറ്റിയിരിക്കുന്നത് ശങ്കരാചാര്യരുടെ, ഞാൻ പറഞ്ഞല്ലോ, 10,000 വർഷം മുമ്പ് എഴുതി വെച്ച ഈ ഭാഷ്യത്തെ ആ ചരിത്ര പശ്ചാത്തലത്തെ ഉൾക്കൊള്ളാതെ ഇന്ന് 1000 വർഷം കൊണ്ട് മനുഷ്യ സമൂഹത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവന് ബൗദ്ധികമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ, സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ചുറ്റുപാടുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവന്റെ സംസ്കാരത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, എല്ലാം എന്തിനും ഭാഷയ്ക്ക് എല്ലാത്തിനും മാറ്റം വന്നിരിക്കുകയാണ്. ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആ പഴയ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ അന്ന് ശങ്കരാചാര്യർ എന്ത് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സാധാരണ അതല്ല ചെയ്യുന്നു. നമ്മൾ ഈ എല്ലാ മാറ്റങ്ങളിലും കൂടി വന്ന ഇന്നത്തെ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പഴയ ഭാഷ്യത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പം വരും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഗൃഹസ്ഥനും ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസിയും നമ്മുടെ മുമ്പിൽ ഇന്നില്ല. അത് നമ്മൾ ആദ്യം അംഗീകരിക്കും. അത് രണ്ടും നമ്മുടെ മുമ്പിൽ ഇന്നില്ല. അപ്പോൾ നമ്മൾക്ക് അവരെ സങ്കല്പത്തിലേ കാണാൻ പറ്റുന്നുള്ളൂ. ശങ്കരാചാര്യർ പറഞ്ഞ ഗൃഹസ്ഥനും ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം. നമ്മൾ സങ്കല്പത്തിൽ കാണുന്ന ആ ഗൃഹസ്ഥനി സന്യാസിയെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. നമ്മൾ ഇന്ന് കാണുന്ന സന്യാസം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് ഈ കാലത്തിന്റെയും കൂടെ ഒരു സൃഷ്ടിയാണ്. ശങ്കരാചാര്യർ സൃഷ്ടിച്ചാൽ
അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നും കൊണ്ട് ഇതിന്റെ ഈ തത്വങ്ങളുടെ ആശയത്തെ നമ്മളിതിൽ കൊണ്ടുവരണം. അല്ല അക്ഷരാർത്ഥത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അന്ന് പറഞ്ഞ ആദർശങ്ങളുടെ മൂല്യത്തെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം. ഇങ്ങനെ ഒരു ജീവിത ശൈലിയെ ശങ്കരാചാര്യർ ഭാവനയിൽ പോലും കണ്ടിരുന്നില്ല. ആ ഒരർത്ഥത്തിൽ ശങ്കരാചാര്യർ ദീർഘവീക്ഷണമില്ലാത്ത ഒരു ആചാര്യനാണെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയും. വരും കാലത്തിനെ കുറിച്ചുള്ള ശരിയായ ഒരു ബോധം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചിന്തിച്ചില്ല. അത് ആചാര്യസ്വാമിയുടെ വിഷയമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദീർഘവീക്ഷണം ഇതാണ്. കാരണം ശങ്കരാചാര്യർ ഇതിനെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് വർണ്ണ ആശ്രമ വ്യവസ്ഥകളിലാണ്. ഈ വർണ്ണ ആശ്രമ വ്യവസ്ഥകളെല്ലാം കാലം കൊണ്ട് നിലനിൽക്കുന്നതല്ല, അതെല്ലാം നശിച്ചു പോകുന്നതാണ് എന്നുള്ള ഒരു വിചാരം ഭാഷ്യത്തിൽ ഒരിടത്തും ഇല്ല. എന്തിനും ഒരിടത്ത് ശങ്കരാചാര്യർ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, ഈ വർണ്ണ ആശ്രമ വ്യവസ്ഥകളിൽ കൂടിയേ ഒരുത്തന് മോക്ഷം കിട്ടുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. മോക്ഷം വേണമെങ്കിൽ ഇത് കൂടി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെന്നും ഇത്തരം വ്യവസ്ഥകളിലൊന്നും നിൽക്കത്തില്ല. മനുഷ്യന്റെ ജീവിതം വ്യവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. പരിണാമമെങ്കിലും സംഭവിക്കും, പൂർണ്ണമായും മാറിയില്ലെങ്കിലും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ശങ്കരാചാര്യർ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ ആധുനികന്മാരായ ആൾക്കാരെല്ലാം ഒരു വർണ്ണപക്ഷപാതിയാണ്, അസമത്വത്തിന്റെ പക്ഷപാതിയാണെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നു. അതുകൊണ്ടാണ് അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല. ആ ഒരു വിഷയത്തെക്കുറിച്ച് ശങ്കരാചാര്യർ ചിന്തിക്കാത്തതാകാം എന്നാണ്. അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ സർവജ്ഞത്വം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് സമാധാനപ്പെടാം. അതുകൊണ്ട് ഇതിനെ നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കാം. ഗീതയുടെ ഭാഷ്യത്തിലോ ഉപനിഷത്ത് ഭാഷ്യങ്ങളിലോ ബ്രഹ്മസൂത്ര ഭാഷ്യങ്ങളിലോ ഈ ആശയങ്ങളിൽ നിന്ന് ശങ്കരാചാര്യർ അണുകിട പോലും വ്യതിചരിക്കുന്നില്ല. എല്ലായിടത്തും ഒരേ കാര്യം തന്നെ ഉറപ്പിച്ചു പറയുന്നത്. അതിന് ഈ മന്ത്രം എങ്ങനെ ആയിക്കൊള്ളട്ടെ, ശ്ലോകങ്ങൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, ശങ്കരാചാര്യർ ഏതെടുത്ത് വ്യാഖ്യാനിച്ചാലും തന്റെ നിലപാടിൽ തന്നെയാണ്. ഉദാഹരണം ഇത് തന്നെയാണ്. ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന മന്ത്രം രണ്ടാമത് വരുന്നത് കുർവന്നേവേഹ കർമ്മമാണ്. പ്രത്യക്ഷമായി നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതൊന്ന് സന്യാസത്തിന് വേണ്ടിയാണ്, മറ്റൊന്ന് ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടിയിട്ടാണ്. അതൊന്നും നമുക്ക് പ്രത്യക്ഷമായി കാണുന്നില്ല. പക്ഷേ ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങനെയായി. ഒന്ന് സന്യാസത്തിനും ഒന്ന് ഗൃഹസ്ഥാശ്രമത്തിനും. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ആശയത്തെ, ഒരു സിദ്ധാന്തത്തെ ഈ മന്ത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ആചാര്യസ്വാമിയുടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലായിടത്തും അതിന് ചിലയിടത്ത് തന്റെ ആശയം സ്പഷ്ടമായി പറയുന്ന മന്ത്രങ്ങൾ കാണും, ചിലയിടത്ത് അസ്പഷ്ടമായി പറയുന്ന മന്ത്രങ്ങൾ കാണും. വ്യാഖ്യാനത്തിൽ എല്ലായിടത്തും ആചാര്യസ്വാമികൾ സ്പഷ്ടമായി തന്നെ ആ കാര്യം പ്രതിപാദിക്കുന്നു. ഇതേ വ്യത്യാസമാണ്. ഇപ്പൊ ഗീതയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന ആശയത്തിന് അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ. ഉദാഹരണമായിട്ട് പറയാം, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പറഞ്ഞു. അതിനെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. സർവധർമ്മങ്ങളെയും പരിത്യജിച്ചു, അപ്പോൾ അവിടെ സർവകർമ്മ സന്യാസം എന്ന് നമുക്ക് പറയാം. തസ്യ കാര്യം ന വിദ്യതേ ആത്മരതിരൈവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ആത്മജ്ഞാനിയെക്കുറിച്ച് പറയണത് യാതൊരു നിഷ്ഠകളും അവന് മറ്റൊരു തരത്തിലുള്ള കർമ്മങ്ങളും ഇല്ല. അങ്ങനെയെല്ലാം പറയുന്നിടത്ത് നമുക്ക് സർവകർമ്മ സന്യാസത്തിന് ഉദാഹരണം തരും. ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ കർമാനുഷ്ഠാനത്തിനാണ് വരുന്നത്. പക്ഷെ അതിന് ഏത് ഭാഗമായാലും ശരി ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുമ്പോൾ എല്ലായിടത്തും ഇതിനെ രണ്ടായി കണ്ടുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കും. അസ്പഷ്ടമാണ് ഒരു ഭാഗമെങ്കിലും അവിടെ സ്പഷ്ടമായി ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കും. ഇവിടെ ജ്ഞാനം വേറെ, കർമ്മം വേറെ, ഗാർഹസ്ഥ്യം വേറെ, സന്യാസം വേറെ. ഇതാണ് ശങ്കരാചാര്യരുടെ വ്യാഖ്യാന ശൈലി. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ തന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആശയത്തെ പ്രബലമായി ഉറപ്പിച്ചു വെച്ചിട്ട് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ഇത് ശങ്കരാചാര്യർ മാത്രമല്ല, നമ്മുടെ വ്യാഖ്യാതാക്കളെല്ലാം, ദ്വൈതമായാലും വിശിഷ്ടാദ്വൈതമായാലും മറ്റെന്തായാലും ശരി, അവിടെയെല്ലാം ആചാര്യന്മാർ അവരുടെ മനസ്സിൽ ഒരു ആശയത്തെ രൂപീകരിച്ച് വച്ചിട്ട് അതിനനുസരിച്ച് എല്ലാ ഭാഗങ്ങളെയും അതിനനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം മിഥ്യ, പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള പറയുന്ന ഒരു വാക്യം പോലും നമ്മുടെ ഉപനിഷത്തുകളിലില്ല. ഉപനിഷത്തുകളിൽ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ച
ഈ 10 ഉപനിഷത്തുകളിലും ഒരു വാക്കുപോലുമില്ല പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്ന ഒരു വാക്കുപോലുമില്ല. വേറെ ഉപനിഷത്തുകളിലുണ്ട്, ഒരൊറ്റ വാക്കുമില്ല. അതോ അന്യഥാർത്ഥം ഇങ്ങനെയൊക്കെ പറയുന്ന ചുരുക്കം ചില വാക്യങ്ങൾ മാത്രമാണ് ഇതിന്. നേഹനാനാസ്തി കിഞ്ചന സർവം ഖല്ലിതം ബ്രഹ്മ ഇങ്ങനെയൊക്കെ പറയുന്ന ചില വാക്യം. അവിടെയൊന്നും ഈ മിഥ്യ എന്നുള്ള ശബ്ദം വരുന്നേ ഇല്ല. പക്ഷെ ശങ്കരാചാര്യ ആദ്യന്തം ഉപയോഗിച്ചിരിക്കുന്നത് ഈ മിഥ്യ എന്നുള്ള ശബ്ദമാണ്. ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് സമർത്ഥിച്ചിരിക്കുകയാണ്. പരമാർത്ഥത നിലനിൽക്കുന്നില്ല എന്ന് സമർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടങ്ങനെ? കാരണം തന്റെ ആദർശം, തന്റെ സിദ്ധാന്തം അതാണ്. ആ സിദ്ധാന്തത്തെ എവിടെയും ആ സിദ്ധാന്തത്തെ തന്നെ വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തുന്നതിനുള്ള ബുദ്ധി സാമർഥ്യവും കഴിവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ദർശനത്തെക്കുറിച്ചുള്ള ആധ്യാത്മികമായ അനുഭവം ശങ്കരാചാര്യർക്കുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. മറിച്ചാണ് മറ്റുള്ള ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ തന്റെ ഉള്ളിലിരിക്കുന്ന ആ ദർശനത്തെ ഇതിലൂടെ വെളിപ്പെടുത്തിയാണ് ഓരോ ആചാര്യന്മാരും ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഭാഷ്യം ശരിക്കും പഠിച്ചു വരുമ്പോൾ ആ സംശയങ്ങളെല്ലാം തീരും. അങ്ങനെ ചിന്തിക്കുന്നത് നല്ലത് തന്നെ. അപ്പോൾ നമ്മളെ വിഷയത്തിലേക്ക് വരാൻ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറുവന്യേവേഹ കർമാണി ഇഹ, ഈ ലോകത്തിൽ കർമാണി കർമ്മങ്ങൾ, ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങൾ കുറുവന്നേവ ചെയ്തതുകൊണ്ട് തന്നെ ശതം സമാഹ എന്റെ ആയുസ് മുഴുവൻ ജിജീവിഷേ ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്നാണ്. ഏവം ഇങ്ങനെയായിക്കഴിഞ്ഞാൽ പറയുന്നു ത്വയി നരേ മനുഷ്യനായ നിന്നിൽ ന കർമ്മ ന ലിപ്യതേ കർമ്മം ബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കർമ്മത്താൽ നീ ബന്ധിക്കപ്പെടുന്നില്ല. മന്ത്രത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. ഭാഷ്യത്തിനനുസരിച്ച് ന ഇതഃ അന്യഥ നാസ്തി, കർമ്മം ബന്ധിക്കാതിരിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നാണ്. അങ്ങനെയുള്ളവന് കർമ്മത്തെ ബന്ധിക്കാതിരിക്കാൻ വേറെ വഴിയില്ല എന്നാണ്. ഇതല്ലാതെ എന്നല്ല, കർമ്മത്തെ ബന്ധിക്കാതിരിക്കാൻ വേറെ വഴിയില്ല. ഏന ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. ഏന പ്രകാരേണ അശുഭം കർമ്മന ലിപ്യത എന്നുവെച്ചാൽ കർമ്മം ബന്ധിക്കുമെന്നർത്ഥം. അതാണ്, നീ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കർമ്മം നിന്നെ ബന്ധിക്കും എന്നാണ് ആ രണ്ടാമത്തെ മന്ത്രത്തിൽ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്ന അർത്ഥം. അല്ല ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർമ്മം നിന്നെ ബന്ധിക്കില്ല എന്നല്ല രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നു. എന്നുവെച്ചാൽ നീ കർമ്മത്തിൽ തന്നെ നിന്നു കഴിഞ്ഞാൽ, ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നിന്നു കഴിഞ്ഞാൽ നിന്നെ കർമ്മം ബന്ധിക്കുമെന്നാണ്. കർമ്മമോചനം വേണോ, ബന്ധമോചനം വേണോ, കർമ്മമോചനം വേണോ എന്നാണ്. അതുകൊണ്ട് അതിന്റെ ഭാഷ്യം വ്യാഖ്യാനിക്കുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതഃ അന്യഥ നാസ്തി എന്നുള്ളതിന് ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? ഏന പ്രകാരേണ അശുഭം കർമ്മന ലിപ്യതേ, കർമ്മമെന്ന് കേട്ടാൽ തന്നെ അത് അശുഭം എന്നാണ്. എല്ലാ കർമ്മവും അശുഭമാണ്. ഏത് കർമ്മം, വൈദിക കർമ്മമായാലും അത് അശുഭമാണ്. ഈ അശുഭം കർമ്മം ബന്ധിക്കാതിരിക്കാൻ വഴിയില്ലെന്നാണ്. എന്നുവെച്ചാൽ ബന്ധിക്കുമെന്നാണ്. എന്തുകൊണ്ട്? നീ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നീ ജീവിച്ചു കഴിഞ്ഞാൽ, അതാണ് പറഞ്ഞത് വർത്തമാനാത് പ്രകാരാത് അന്യഥാ പ്രകാരാന്തരം നാസ്തി. ഞാനത് പ്രത്യേകം പറയുന്ന കാര്യം, ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് കർമ്മയോഗത്തെക്കുറിച്ചല്ല. ഇതേ മന്ത്രം കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്വതന്ത്രമായി ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ശാങ്കര മതമനുസരിച്ച്, ശങ്കരാചാര്യരുടെ ഭാഷ്യമനുസരിച്ച് ഇത് കർമ്മയോഗത്തെ അല്ല പറയുന്നു. ഇവിടെ പറയുന്നത് നീ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നീ കർമ്മബന്ധനത്തിൽ തന്നെ പെടും എന്നാണ്. അത് തന്നെ. അതെങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഏനപ്രകാരേണ അശുഭം കർമ്മം. ഭാഷ്യത്തിനനുസരിച്ച് ഞാൻ പറയുകയാണ്. മന്ത്രത്തിന്റെ അർത്ഥം വേണമെങ്കിൽ ഞാൻ വേറെ വ്യാഖ്യാനിച്ചു തരാം. ഭാഷ്യത്തെ
സ്പർശിക്കാതെ. ഭാഷ്യത്തെ സ്പർശിച്ച് പറയുമ്പോൾ മന്ത്രം നോക്കിയാൽ പോരാ, ഭാഷ്യം നോക്കും. അന്യഥാ പ്രകാരാന്തരം നാസ്തി ഏന പ്രകാരേണ അശുഭം കർമ്മന ലിപ്യത എന്നാണ്. പ്രകാരാന്തരം ഉണ്ട്, മറ്റ വഴിയുണ്ട് കർമ്മം ബന്ധിക്കാതിരിക്കാൻ. പക്ഷെ അതിവിടെ ഇല്ലെന്നാണ് കർമ്മം ചെയ്തുകൊണ്ടിരുന്നത്. കർമ്മത്താൽ ബന്ധിച്ച് തന്നെ തീരുമെന്നാണ്. കർമ്മം നിന്നെ ബന്ധിക്കുമെന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മന്ത്രത്തിൽ നമുക്ക് തോന്നുമ്പോൾ അത് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ട്? കർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കർമ്മം അനുഷ്ഠിച്ചാൽ കർമ്മം ബന്ധിക്കും എന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ മന്ത്രം വ്യാഖ്യാനിക്കുന്ന എല്ലാവരും ഇത് കർമ്മയോഗത്തിന് ഉദാഹരണമായിട്ടാണ്. കാരണം അവസാനം പറയുന്നുണ്ടല്ലോ, ന കർമ്മ ലിപ്യതയെന്നറി, കർമ്മം ബന്ധിക്കുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെ അത്രയും മാത്രം എടുത്തല്ല, അതിനോടുകൂടി മറ്റോട് ചേർക്കുന്നുണ്ട്. ഇതഹ അന്യഥ നാസ്തി, അതുകൂടെ ചേർത്തിട്ട് ന കർമ്മ ലിപ്യത എന്നാണ്. അതിന് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് കർമാണി കുർവതോ വർത്തമാനാത് പ്രകാരാത് അന്യഥാ പ്രകാരാന്തരം നാസ്തി എന്നാണ്. ഇങ്ങനെ കർമ്മം ചെയ്യുന്നതിനും മറ്റൊരു വഴിയില്ല. ഏത് വഴി? ഏന കർമ്മന ലിപ്യത, ഏത് വഴിയിലൂടെയാണോ കർമ്മം നിന്നെ ബന്ധിക്കാതിരിക്കുന്നത് ആ വഴിയില്ലെന്ന് അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അത് ശ്രദ്ധിക്കണം, ഭാഷ്യം അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ഗൃഹസ്ഥാശ്രമിയാണ്, അവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർമ്മം അവനെ ബന്ധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ കർമ്മയോഗമൊന്നുമില്ല. കർമ്മയോഗം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. കർമ്മം ചെയ്തുകൊണ്ടിരുന്നോ കർമ്മം ബന്ധിക്കും. അതുകൊണ്ടല്ലേ ആദ്യം പറഞ്ഞത് നരമാത്ര അഭിമാനിനി, മനുഷ്യനെന്ന് മാത്രമുള്ള അഭിമാനമുള്ളവൻ, അവൻ ആത്മാവാണെന്ന് അഭിമാനിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മബന്ധനത്തിനൊന്നും മോചിക്കാൻ വഴിയില്ല, മോചനത്തിലുള്ള ഉപായങ്ങളൊന്നും ഇല്ല എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അതുകൊണ്ട് നരയെന്നുള്ളതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചത്. നരമാത്ര അഭിമാനി എന്ന് വെച്ചാൽ ആത്മാഭിമാനം ഇല്ലാത്തവനെന്നർത്ഥം, ഈശാവാസ്യവിധം എന്നുള്ള ബോധമില്ലാത്തവൻ. അവനെന്ത് ചെയ്യുന്നു? കർമ്മം ചെയ്ത് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വർത്തമാനാത് പ്രകാരം, നീ ഇങ്ങനെ കർമ്മം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് വേറെ വഴിയില്ല. ഏന അശുഭം കർമ്മം, ഏതെങ്കിലും ഒരു വഴിയിലൂടെ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തെക്തേന ഭുഞ്ചീത, കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മാവിനെ രക്ഷിക്കൂ എന്ന് ആദ്യത്തെ ഇതുമായിട്ട്. അതുകൊണ്ട് ശങ്കരാചാര്യരെ സംബന്ധിച്ച് രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ കർമ്മം ഉപേക്ഷിക്കുക, ഈ ബന്ധനത്തിൽ നിന്ന് മോചനം നേടുക, അല്ലെങ്കിൽ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ബന്ധനത്തിൽ തന്നെ കഴിയുക. രണ്ട് വഴികളേ ഉള്ളൂ ആണ് പറയുന്നത്. ഇതാണ് വർത്തമാനം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള നിലവിലുള്ള പ്രകാരാതി രീതി, അതിൽ നിന്ന് അന്യത എന്ന് വെച്ചാൽ മറ്റൊരു രീതിയില്ല. എന്തിനുള്ള രീതി? അതാണ് അടുത്ത് പറയുന്നത്. ഏന പ്രകാരേണ അശുഭം കർമ്മം എനിക്ക്, ഈ കർമ്മം നിന്നെ ബന്ധിക്കാതിരിക്കാനുള്ള വേറെ രീതി നിനക്കില്ല. എന്തുകൊണ്ട്? നീ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നീ ബന്ധിച്ചു തന്നെ തീരും. അല്ല, ബന്ധിക്കുമെന്നാണ്. ബന്ധിക്കാതിരിക്കാൻ ഉള്ള വേറെ ഒരു വഴി അതാണ് ആദ്യം പറഞ്ഞ ഈശാവാസ്യമിതം. അത് നിന്നിലില്ല. എന്തുകൊണ്ട്? നീ നരമാത്ര അഭിമാനിയാണ്. അപ്പൊ കർമ്മം നിന്നെ ബന്ധിച്ചു തന്നെ തീരും എന്നാണ്. ഒന്നുകൂടെ നോക്കിക്കൊള്ളുക, വായിച്ചുതരാം. ഏവം അഗ്നിഹോത്രാദി ഇനി കർമാണി കുർവതഃ എന്നാണ്. ഇങ്ങനെ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നവന് വർത്തമാനാത് പ്രകാര, ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്നും പ്രകാരാന്തരം നാശം വേറൊന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതാണ് ഏന, ഏതൊരു രീതിയിലൂടെയാണോ അശുഭം കർമ്മ നലിപ്പിരെ, കർമ്മം ബന്ധിക്കാതിരിക്കുന്നത്, അങ്ങനെ ഒന്നില്ലെന്ന് പൂർവ്വത്തിനോട് അന്വേഷിക്കും. കർമ്മം ബന്ധിക്കാതിരിക്കുന്നതിനുള്ള ഒരു വഴി നിനക്കില്ല. എന്തുകൊണ്ട്? നീ കർമ്മം ചെയ്ത് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് കർമ്മത്തിൽ നിന്ന് മോചിക്കുന്നതിനുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭാഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സാധാരണ ഏത് വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കിയാലും
ഇനി ശാങ്കര ഭാഷ്യത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനം എന്ന് പറഞ്ഞുള്ള മലയാള വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കിയാലും ഈ മന്ത്രത്തിൽ പറയുന്നത് കർമ്മയോഗത്തിനുള്ള വഴിയാണെന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യ ഈ വ്യാഖ്യാനത്തെ പിൽക്കാലത്ത് വന്ന വ്യാഖ്യാതാക്കൾ വിമർശിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അങ്ങനെയല്ല, ഇത് കർമ്മയോഗത്തെ വേണ്ടി പറയുന്നു എന്നും മറ്റുമൊക്കെയാണ്. പക്ഷെ ശങ്കരാചാര്യർ ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത് ഗൃഹസ്ഥധർമ്മമായിട്ടാണ്. ഗൃഹസ്ഥൻ ചെയ്യുന്ന അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനെ കുറിച്ചാണ്. അവന് രക്ഷയില്ല, നേരത്തെ പറഞ്ഞ വഴിയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഇത് മോക്ഷത്തിനുള്ള മാർഗമായിട്ടല്ല. അതല്ലേ പറയുന്നത് ദ്വിതീയേന തത് അശക്തസ്യ കർമ്മനിഷ്ഠേതി. നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചു നിർത്തിയതാണ്. രണ്ടാമത്തെ മന്ത്രത്തിലൂടെ ത്യാഗത്തിന് അശക്തനായിട്ടുള്ളവന് കർമ്മനിഷ്ഠ വിധിക്കുകയാണ്. കർമ്മനിഷ്ഠ മോക്ഷത്തിനുള്ളതല്ല, ജ്ഞാനനിഷ്ഠയാണ് മോക്ഷത്തിനുള്ളത്. ആ കർമ്മനിഷ്ഠനായി കഴിഞ്ഞാൽ അതിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. അപ്പം മോക്ഷം ഇല്ലാതെ വരും. ഇതാണ് രണ്ടിനും വേർതിരിച്ച് കാണിക്കുകയാണ്. അപ്പൊ ശങ്കരാചാര്യർ പറയുന്നത് ഇനിയും അത് വ്യക്തമാക്കി പറയും. ഇവിടെ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് പ്രവൃത്തി മാർഗം, ഒന്ന് നിവൃത്തി മാർഗം. രണ്ടാമത്തെ മന്ത്രത്തിൽ പ്രവൃത്തി മാർഗത്തെക്കുറിച്ച് പറയുന്നു, ആദ്യത്തെ മന്ത്രത്തിൽ നിവൃത്തി മാർഗത്തെക്കുറിച്ച് പറയുന്നു. അപ്പോ ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞ ആ നിവൃത്തി മാർഗത്തിലൂടെ മാത്രമേ ഒരാൾക്ക് മോക്ഷമുള്ളൂ. രണ്ടാമത് പറയുന്ന ഈ പ്രവൃത്തി മാർഗത്തിലൂടെ അയാൾക്ക് മോചനം ഉണ്ടാകുന്നില്ല, മോക്ഷം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പൊ പ്രവൃത്തി മാർഗത്തിന്റെയും നിവൃത്തി മാർഗത്തിന്റേതുമായിട്ടാണ് ഈ രണ്ട് മന്ത്രങ്ങളെയും വ്യാഖ്യാനിക്കുന്നത്. അല്ല, നമ്മൾ സാധാരണ വ്യാഖ്യാനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന രീതിയിലല്ല. ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ഇടത്ത് പോലും ഈ രണ്ടാമത്തെ ഭാഷ്യത്തിന്റെ അർത്ഥത്തെ വിവർത്തനം ചെയ്തിരിക്കുന്നിടത്തെല്ലാം തെറ്റിച്ചാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതങ്ങനെ എന്തുകൊണ്ട് തെറ്റിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാഷാപരിചയമില്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഈ അദ്വൈതം എന്ന് പറയുന്ന ആശയം പിടിയില്ലാത്തതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന ഭാഗങ്ങളും അത് വ്യക്തമായി പറയും. ദ്വാവിമൗ അധപന്ഥാനോ, ഇവിടെ രണ്ട് മാർഗങ്ങളാണുള്ളത്. മഹാഭാരതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെയും പറയുന്നുണ്ട്, ഗീതാഭാഷ്യം തുടങ്ങുന്നിടത്തും ഇതേ മഹാഭാരതത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. രണ്ട് വഴികളാണുള്ളത്. ഒന്ന് പ്രവൃത്തി മാർഗം, ഒന്ന് നിവൃത്തി മാർഗം. പ്രവൃത്തി മാർഗത്തിൽ മോക്ഷമില്ല, നിവൃത്തി മാർഗത്തിലെ മോക്ഷമുള്ളൂ. ഇതാണ് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം. ആദ്യത്തെ മന്ത്രത്തിൽ നിവൃത്തി മാർഗത്തെക്കുറിച്ച് പറയുന്നു, അതിലൂടെ പോയാലേ ഒരുവന് മോചനമുള്ളൂ. രണ്ടാമത്തെ മാർഗത്തിൽ പ്രവൃത്തി മാർഗത്തിലൂടെ പറയുന്നു, അതിലൂടെ പോയാലേ ഒരുവന് മോചനമില്ല, സംസാരത്തിൽപ്പെടും എന്നാണ് പറയുന്നു. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത്. കഥം പുനർ ഇതം അവഗമ്യത. ഈ രണ്ട് മന്ത്രങ്ങളെയും ഇങ്ങനെ രണ്ടായിട്ട് പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് നിഷ്ഠകളായിട്ട്, അത് ആ വിരോധം ചലിപ്പിക്കാൻ ഒക്കത്തില്ല എന്നുള്ളതും പറഞ്ഞു വ്യാഖ്യാനിച്ചപ്പോൾ. ജ്ഞാനകർമ്മണോർ വിരോധം പർവ്വതപദകമ്പ്യം എന്ന് പറഞ്ഞു. അപ്പോൾ പരസ്പര വിരുദ്ധമായ രണ്ട് ജീവിത നിഷ്ഠകളെ കുറിച്ചാണ് പറയുന്നതെന്ന്. പൂർവേണ സന്യാസിനോ ജ്ഞാനനിഷ്ഠാവുക്ത. ആദ്യത്തെ മന്ത്രത്തിൽ സന്യാസിമാരുടെ ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു. ദ്വിതീയേന തത് അശക്തസ്യ എന്ന് പറയുമ്പോൾ അജ്ഞാനിക്കുള്ള കർമ്മനിഷ്ഠയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കർമ്മമോചനത്തിലുള്ള ഒരു വഴിയും പറയുന്നില്ല. അപ്പൊ ഈ ഉപനിഷത്തിന്റെ മന്ത്രങ്ങൾ നമ്മൾ മലയാളത്തിൽ ഉള്ളത് വായിച്ചു കേട്ടിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടിരിക്കും. അപ്പൊ ശാങ്കരഭാഷ്യം പഠിക്കുമ്പോഴത്തേക്ക് ശങ്കരാചാര്യർ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ചതെല്ലാം തൽക്കാലത്തേക്ക് ഇങ്ങനെ മറന്നു കളയണം, ഓർമ്മിക്കുകയും ചെയ്യരുത് ഇതിന്റെ ഇടയ്ക്ക് കൂടി. എന്നാകെ ആശയക്കുഴപ്പം വരും. അതെല്ലാം മറക്കണം. ദ്വിതീയേന തത് അശക്തസ്യ കർമ്മനിഷ്ഠ. രണ്ടാമത്തെ പറയുന്നത് അജ്ഞാനിക്ക് കർമ്മനിഷ്ഠ എന്നാണ്. ആ കർമ്മനിഷ്ഠയ്ക്ക് അകത്താണ് ശങ്കരാചാര്യർ പിന്നെ കർമ്മയോഗത്തെ പറയുന്നത്. ആ കർമ്മയോഗത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുമില്ല. അത് ഗീതയിൽ വരുമ്പോഴേ ശങ്കരാചാര്യ കർമ്മയോഗം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഗീതയിൽ മാത്രം. വേറെ ഒരിടത്തും ഈ കർമ്മയോഗത്തെക്കുറിച്ച് മിണ്ടുന്നേയില്ല. ശങ്കരാചാര്യർക്ക് ഇഷ്ടം കർമ്മയോഗമല്ല, മറിച്ച് കർമ്മസന്യാസമാണ്. ഇനി കർമ്മം, പിന്നെ അതിൻ്റെ അകത്ത് കർമ്മയോഗം എന്നും പറഞ്ഞ് വേറൊരു കർമ്മം, അങ്ങോട്ടൊന്നും കൂടുതൽ താല്പര്യം ശങ്കരാചാര്യർ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മോക്ഷം വേണോ, കർമ്മത്തെ ഉപേക്ഷിച്ചോളൂ, ഇതാണ് ശങ്കരാചാര്യരുടെ നിലപാട്.
അപ്പോ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവുമല്ലോ, മനുഷ്യരെല്ലാം കർമ്മം ഉപേക്ഷിച്ച് പോയാൽ അങ്ങനെ ഒരു അബദ്ധം ഒരിക്കലും ഉണ്ടാകത്തില്ല. മനുഷ്യരെല്ലാവരും എന്നല്ല, ആരും തന്നെ ഈ മഹാത്മാക്കളാരും പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ മനുഷ്യനിൽ തന്നെ നന്നായിപ്പോയില്ല, നമ്മൾ തന്നെ നന്നാകുന്നില്ല, പിന്നെ അല്ലേ മറ്റുള്ളവരുടെ കാര്യം പറയും. അപ്പൊ പിന്നെ ഇവരാരും പറയുന്ന ആരും കേൾക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ലോകത്ത് ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ. ശങ്കരാചാര്യർ അതാ എത്രയോ പേര് പ്രസംഗിക്കുന്നത് എഴുതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറെ വർഷം മുമ്പ്. ഇപ്പൊ കേൾക്കാറുമില്ല, വായിക്കാറുമില്ല. ഈ ശങ്കരാചാര്യർ ഇങ്ങനെ എഴുതിയത് കൊണ്ടാണ് നമ്മുടെ രാജ്യം നശിച്ചു പോയത് പറയുന്നത്. എന്നുവെച്ചാൽ ശങ്കരാചാര്യർ പറഞ്ഞതനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇത്രയും വലിയ, ശങ്കരാചാര്യർ പറഞ്ഞനുസരിച്ച് ജീവിച്ച ഒരാളെങ്കിലും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാമെങ്കിൽ ശരി, ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നതിന് കാര്യമില്ല. ഇതൊന്നും ആരും അനുസരിക്കാനും പോകുന്നില്ല. ഇതനുസരിച്ചെന്നും പറഞ്ഞ് അനുസരിക്കുന്നവനൊട്ട് നാശം വരാനും പോകുന്നില്ല. എന്നാലും ആൾക്കാർ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും, ശങ്കരാചാര്യരാണ് ആകെ കുഴപ്പം ഇവിടെ ഉണ്ടാക്കിയത് എന്ന് പറയും. അതാണ് അടുത്ത് പറയുന്നത്. എന്താണ്? ഉച്യതേ ജ്ഞാനകർമ്മണോ വിരോധം പർവ്വതവത് അകമ്പ്യം യഥോക്തം ന സ്മരസിക്കും. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം. ഭാഷ്യകാരന്റെ ആശയത്തെ നമുക്ക് ശരിയായി മനസ്സിലാക്കണം. ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള വിരോധം രാമനും രാവണനും തമ്മിലുള്ള വിരോധം പോലെയാണ്. അത് പർവ്വതവത് അകമ്പ്യം, അതിനെ അങ്ങോട്ട് അല്പം പോലും ചലിപ്പിക്കാൻ ഒക്കത്തില്ല. അതിൽ എന്നുവെച്ചാൽ തന്റെ ആശയത്തിൽ നാളെ വരുന്ന ഒരുത്തനും അല്പം പോലും വെള്ളം ചേർക്കരുത് എന്ന് ശങ്കരാചാര്യർക്ക് അത്രയും നിർബന്ധമുണ്ടായിരുന്നു. യഥോക്തം, ഞാനത് പറഞ്ഞ് എന്നെ സ്മരസിക്കും. എന്താ നിനക്ക് മനസ്സിലായില്ലേ എന്നാണ്. എന്നുവെച്ചാൽ ഗാർഹസ്ഥ്യവും സന്യാസവും ഇതിനെ സംബന്ധിച്ച് ശങ്കരാചാര്യർക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഇത് രണ്ടും ഒരിക്കലും യോജിപ്പിക്കാനേ പറ്റത്തില്ല. ഗൃഹസ്ഥന് ഒരിക്കലും മോക്ഷമില്ല, സന്യാസിക്ക് മാത്രമേ മോക്ഷമുള്ളൂ. ഗൃഹസ്ഥന് മോക്ഷം വേണമോ അവനത് ഉപേക്ഷിക്കുക. ഇതാണ് ശങ്കരാചാര്യന്റെ നിലപാട്. അതിന് ജനാധിപത്യ വ്യവസ്ഥിതിക്ക് നിരക്കുന്നതല്ലെങ്കിൽ അത് പിന്നെ ശങ്കരാചാര്യ കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക, പരാതി പറയുക. നമുക്കിപ്പം വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്നാണ്. ഇഹാപ്യുക്തം, ആ കാര്യം തന്നെ ഇവിടെയും പറഞ്ഞു. എന്താണ്? യോ ഹി ജിജീവിഷേത് സ കർമ്മകുർവൻ എന്നാണ് ഇവിടെയും പറയുന്നത്. അത് തന്നെയാണ്. രണ്ടാമത്തെ മന്ത്രത്തെ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. ആരാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് സ കർമ്മകുർവൻ എന്നാണ്. ഈ ജിജീവിഷേത് എന്ന് പറയുന്നത് എന്താണ്? ഇനി അതിനെ തുടർന്ന് വരുന്ന ഭാഗത്തിൽ ശങ്കരാചാര്യനെ വ്യാഖ്യാനം, ജീവിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ജനിക്കുക, മരിക്കുക, ഇതാഗ്രഹിക്കുന്നവൻ എന്നാണ്. ഈ സംസാരത്തെ ആഗ്രഹിക്കുന്നവൻ, ജനന മരണങ്ങളെ ആഗ്രഹിക്കുന്നവൻ, ഈ ചക്രത്തിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിക്കാത്തവൻ, അവൻ കർമ്മം അനുഷ്ഠിച്ചോളുക. കർമ്മം ചെയ്ത് അവന് ഫലം കിട്ടും, വീണ്ടും ജനിക്കാം, വീണ്ടും ഇവിടെ ജീവിക്കാം, വീണ്ടും മരിക്കാം. എന്നുവെച്ചാൽ രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത് അജ്ഞനായ ഗൃഹസ്ഥന്റെ കർമാനുഷ്ഠാനത്തെക്കുറിച്ചെന്നാണ്. ഈശാവാസ്യം ഇതം സർവം, ഇതാദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞു. തേന തെക്തേന ഭുഞ്ചീത, ഇതും ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു. മാ ഘൃത കസ്യസിദ്ധനം ഇരിച്ച, ഇത് ഒന്നാമത്തെ മന്ത്രത്തിൽ ജ്ഞാനനിഷ്ഠയെക്കുറിച്ചും പറഞ്ഞു. ജിജീവിഷേ കർമ്മകുർവൻ, കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് സന്യാസിയെക്കുറിച്ചായിക്കൂടാ? പറയുന്നതാകത്തില്ല. എന്തുകൊണ്ട്? അടുത്ത് പറയുന്നു, ഇന്ന ജീവിതേ മരണേവ ധൃതിം കുർവീത. ഗൃഹസ്ഥനെ കുറിച്ചല്ല പറയുന്നത്, സന്യാസിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഇന്ന ജീവിതേ മരണേവ ധൃതിം കുർവീത. ജീവിതത്തിലോ മരണത്തിലോ ധൃതിം, ആഗ്രഹം വയ്ക്കരുത്, ആശ വയ്ക്കരുത് എന്നാണ്. സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലും മരണത്തിനും ആഗ്രഹമില്ല, ഗാർഹസ്ഥ്യം ഉപേക്ഷിക്കുന്നവന്. പിന്നെ എന്ത് ചെയ്യണം? അരണ്യം ഇയാത്, അരണ്യത്തിലേക്ക് പോകണം, വനത്തിലേക്ക് പോകണം എന്നർത്ഥം. ഇതാണ് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പ്രായോഗികമായി അനുഷ്ഠിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്.
വനത്തിൽ പോകാൻ പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യമില്ല. ആശ്രമം ചെയ്യാതെന്ന് പറയണവന് ആശ്രമത്തിലേക്ക് പോകുന്നു, വനത്തിലേക്ക് എങ്ങനെ പോകും? അത് പോകാൻ പറ്റത്തില്ല. ഇതിച്ച പദം എന്നാണ്. ഇതാണ് വേദത്തിന്റെ നിയമം, അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വൈദികമായ മാർഗം ഇതാണ്. എന്താണ്? കർമ്മം ഉപേക്ഷിക്കുക, ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കുക, എന്നിട്ട് മോക്ഷം വേണമോ നേരെ വനത്തിലേക്ക് പൊക്കോളുക, സന്യാസത്തിലേക്ക് കിടക്കുക. തതഹ ന പുനരിയാത്, അവിടെ നിന്നും ഒരിക്കലും മടങ്ങി വരരുത്. തതഹ, ഈ പോയ വഴിയിൽ നിന്നും ആ സന്യാസത്തിന്റെ മാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പുനഃ വീണ്ടും നയ്യാത്, മടങ്ങി വരരുത് എന്നാണ്. എന്നുവെച്ചാൽ വീട് ഉപേക്ഷിച്ച് ആശ്രമത്തിലേക്കോ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യയും മക്കളെയൊക്കെ ചിന്തിച്ച് വീണ്ടും മടങ്ങി വീട്ടിലേക്ക് വന്ന് ഗൃഹസ്ഥനാകരുത് എന്നാണ്. ഇത് സന്യാസ ശാസന എന്ന് സന്യാസത്തെ വ്യക്തമായി ശാസന അവിടെ വിധിച്ചിരിക്കുന്നു. ഉഭയോഹോ ഫലഭേദം ച വക്ഷ്യതി, രണ്ടിന്റെയും ഫലഭേദത്തെയും പറയുന്നുണ്ട്. രണ്ടിന്റെയും ഫലം രണ്ടാണെന്ന്. ഗാർഹസ്ഥ്യത്തിന്റെ ഫലം സംസാരം, സന്യാസത്തിന്റെ ഫലം മോക്ഷം, ഇതും പറയുന്നുണ്ട് എന്നാണ്. അതിനടുത്ത് വീണ്ടും പറയുന്നു ഇമൗ ദ്വാവേവ പന്ഥാനോ, രണ്ട് മാർഗമേ ഉള്ളൂ ഇവിടെ. ദ്വാ ഏവ പന്ഥാനോ, രണ്ടേ രണ്ട് വഴിയേ ഉള്ളൂ. അനുനിഷ്ക്രാന്തതരവും ഭവതഃ, പരമ്പരയായി വന്നുകൊണ്ടിരിക്കുന്നത്, അനുനിഷ്ക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, തലമുറകളായി വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്രിയാപഥസ്ഥയേവ പുരസ്ഥാ, ഒന്ന് ക്രിയാപഥം ഗാർഹസ്ഥ്യം, സന്യാസസ്ഥ ഉത്തരേണ, ഉത്തരം രണ്ടാമതുള്ളത് സന്യാസം. ആദ്യത്തേത് ഗാർഹസ്ഥ്യം, ക്രിയാപഥം എന്ന് പറയുന്നത് കർമ്മമാർഗം, ഗാർഹസ്ഥ്യം, രണ്ടാമത് സന്യാസം. നിവൃത്തി മാർഗേണ ഏഷണാത്രയസ്യ ത്യാഗ, നിവൃത്തി മാർഗത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? ഏഷണാത്രയം, അതിനെ ത്യജിക്കുന്നു. തയോഹോ സന്യാസ പഥ ഏവ അതിരേതേ, തയോഹോ ഈ രണ്ട് മാർഗങ്ങളുള്ളതിൽ സന്യാസപഥ ഏവ, സന്യാസപഥം തന്നെയാണ് അതിരേതേതി ശ്രേഷ്ഠമായിരിക്കുന്നത്, ഉത്കൃഷ്ടമായിരിക്കുന്നത്. എന്തുകൊണ്ട്? അതാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ന്യാസ ഏവ അത്യരേജയത്, ന്യാസം സന്യാസം തന്നെയാണ് അത്യരേജയത് ശ്രേഷ്ഠമായിരിക്കുന്നത്. ഇതിജ തൈത്തിരീയകൈ, തൈത്തിരീയ വേദഭാഗത്ത് ഈ കാര്യം പറയുന്നുണ്ട്. സന്യാസമാണ് ശ്രേഷ്ഠം, കാരണം അത് മോക്ഷത്തിലേക്ക് നയിക്കുന്നു. മഹാഭാരതത്തിലും പറയുന്നിടത്ത് പറയുന്നു ദ്വൗ ഇമൗ അധ പന്ഥാനവും, അധ ഇവിടെ ദ്വൗ പന്ഥാനവും, രണ്ട് മാർഗമേ ഉള്ളൂ ഒരു ജീവന്, ഒരു മനുഷ്യന്. എത്ര വേദാഹ പ്രതിഷ്ഠിതാഹ, ഇതിലാണ് വേദം നിലനിൽക്കുന്നത്. എന്താണ്? പ്രവൃത്തി ലക്ഷണവും ധർമ്മവും, പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മമാർഗം. ഗീതാഭാഷ്യത്തിന്റെ ആദ്യത്തിലും ആചാര്യസ്വാമികൾ ഇത് ധരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നിവർത്തസ്ഥ വിഭാവിത, രണ്ടാമത് നിവൃത്ത മാർഗം, സന്യാസമാർഗം. ഇത് വിഭാവിത, അവിടെ വിഭജിച്ച് പറയപ്പെട്ടിരിക്കുന്നു, നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത്യാദി പുത്രായ വിചാര്യ നിശ്ചിത മുക്തം വ്യാസേന വേദാചാര്യേണ ഭഗവത, വേദാചാര്യനായ വ്യാസഭഗവാൻ ഇക്കാര്യം മഹാഭാരതത്തിൽ ശാന്തിപർവത്തിൽ പുത്രായ സ്വപുത്രനായ ശുകബ്രഹ്മർഷിയോട് വിചാര്യ, നല്ലവണ്ണം വിചാരം ചെയ്ത് നിശ്ചിതമായി ഉക്തം പറയപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യം വ്യാസഭഗവാനും പറഞ്ഞിട്ടുണ്ട് തന്റെ പുത്രനോട്. ഇവിടെ രണ്ട് വഴിയേ ഉള്ളൂ എന്നാണ്. വിഭാഗസ്ഥ അനയോഹോ ദർശയിഷ്യാമ, അനയോഹോ ഈ രണ്ട് മാർഗങ്ങളുടെയും വിഭാഗം, വ്യത്യാസം, ഭേദം അത് ദർശയിഷ്യാമ, ഞാൻ വിശദീകരിച്ച് ഇനി വരുന്ന ഭാഗങ്ങളിൽ അത് മനസ്സിലാക്കിത്തരാം എന്നാണ്. അതായത് ശങ്കരാചാര്യര് ഇവിടെ ഭാഷ്യത്തിൽ ഈ പ്രധാനമായി രണ്ട്, ഇനി ഇതിനിടയ്ക്ക് ഒന്നുകൂടെ ഒരു ഉപാസന, കർമ്മം, ഉപാസന, ജ്ഞാനം, ഇത് മൂന്നാണ്. ഉപാസന എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചും വളരെ കൂടുതൽ എല്ലാ ഭാഷ്യങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ കർമ്മങ്ങൾ തന്നെ രണ്ടു തരത്തിലുണ്ട്. കേവല കർമ്മങ്ങൾ, പിന്നെ കർമ്മസഹിതമായ ഉപാസന, കേവല ഉപാസന. ഇതിനിങ്ങനെ നാലായിട്ട് വിധിക്കും. ഒന്ന് കേവലമായ കർമ്മങ്ങൾ, ഇവിടെ പറയുന്ന അഗ്നിഹോത്രാദി. പിന്നെ പറയുന്നത് ചില കർമ്മങ്ങളോടുകൂടി ഉപാസനകളുണ്ട്.
അതാണ് ബൃഹദാരണ്യോപനിഷത്തിന്റെ തുടക്കത്തിലും ഒക്കെ നമ്മൾ അശ്വമേധത്തിനോട് ചേർന്ന് വരുന്ന ഉപാസന അത് പറയുന്നുണ്ട്. പിന്നെ ആ ഉപാസനകൾ മാത്രം ചെയ്യുന്ന ഒരു രീതി, അശ്വമേധം അനുഷ്ഠിക്കുന്ന വേറെ, കർമ്മം ചെയ്യുന്ന ഉപാസന മാത്രം ചെയ്യുന്ന രീതി, ഇങ്ങനെ 2-3 തരത്തിൽ കർമ്മത്തെയും ഉപാസനയും ബന്ധപ്പെടുത്തി പറയും. ഇതെല്ലാം വിട്ടിട്ട് പിന്നെ പറയുന്നത് ജ്ഞാനം. അപ്പൊ കർമ്മം, അതായത് കേവലമായ കർമ്മം, കർമ്മവും ഉപാസനയും കൂടെ സമുച്ചയിക്കുന്നു. അതും ശ്രദ്ധിക്കണം. ആചാര്യസ്വാമികൾ കർമ്മ ഉപാസന സമുച്ചയത്തെ അംഗീകരിക്കുന്നുണ്ട്. കർമ്മവും ജ്ഞാനവും തമ്മിൽ സമുച്ചയിക്കാൻ ഒരു തരത്തിലും അനുവദിക്കത്തില്ല. പക്ഷെ കർമ്മ ഉപാസനകളെ സമുച്ചയിക്കും. കർമ്മം, കേവലമായ കർമ്മം, കേവലമായ ഉപാസന, പിന്നെ കർമ്മ ഉപാസന സമുച്ചയം. ഇതിനെയൊക്കെ ആചാര്യസ്വാമികൾ ഗൃഹസ്ഥന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. സന്യാസിക്ക് കേവലമായ ജ്ഞാനനിഷ്ഠ മാത്രം എന്നർത്ഥം. ഇതാണ് അന്ന് ശങ്കരാചാര്യര് ഭാഷ്യത്തിലൂടെ അവതരിപ്പിച്ച കാര്യം. അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇതൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ സന്യാസ രീതിയൊന്നും അബദ്ധമാണ് എന്നും പറയരുത്, എന്നും ധരിക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞെന്നും ആരും ധരിച്ചിടരുത്. അത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് വന്ന പരിണാമമനുസരിച്ച് അതെല്ലാം പ്രാമാണികമാണ്. അത് നമ്മൾ വേറെ അവസരത്തിൽ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മുടെ 2ാമത്തെ മന്ത്രത്തിന്റെയും ഭാഷ്യപടം കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത 3ാമത്തെ മന്ത്രത്തിന്റെ ഭാഷ്യം നമ്മളടുത്ത് ചർച്ച ചെയ്യുന്നത്. പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.